welcome to Chai Talks, Being Curious with Swati and മഞ്ജു. ഇന്ന് നമ്മുടെ 11ാമത്തെ എപ്പിസോഡാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അല്ലേ സ്വാതി? 11 12 11 ആണ്. ഇന്ന് ഞങ്ങൾക്കൊരു സെലിബ്രിറ്റി ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. ഹിസ്റ്റോറിയനും അംബേദ്കറൈറ്റും അതേപോലെ തന്നെ ഇവിടുത്തെ ദളിത് മൂവ്മെന്റിൽ ഒരു പ്രമാണിയുമായിട്ടുള്ള അനന്തു രാജിനെയാണ് ഞങ്ങൾക്കിന്ന് ഞങ്ങളുടെ ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അനന്തുവിനെ ഞങ്ങൾ എല്ലാ സ്നേഹത്തോടും കൂടി ഞങ്ങൾ ചായ് ടോക്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം ചെയ്യുന്നതിനോടൊപ്പം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഞാനും സ്വാതിയും നിൽക്കുന്ന ഒരു ഇന്റലക്ച്വൽ ലെവലിൽ നിൽക്കുന്ന ആളല്ല അനന്തു. അനന്തു കുറേ ഹൈറ്റ്സിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഈ ടോക്സിലുടനീളം നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, അനന്തു ചോദിക്കും നിങ്ങൾ ഇവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരു നാണവും മാനവും ഇല്ലാതെ ഞങ്ങൾ പറയും ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ കുറെ കേട്ടിട്ടില്ലായ്മകളും അനന്തുവിൽ നിന്ന് മാക്സിമം കാര്യങ്ങൾ നമ്മളിങ്ങ് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഇന്നത്തെ ഈ ഒരു ടോക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഇമോഷണൽ ആ ഒരു ക്വിർക്കിനെസ്സിലേക്കും ഒക്കെ അനന്തുവിനെയും കൂടെ പിടിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം കൂടി ആയിരിക്കും ഇന്നത്തെ നമ്മുടെ ഒരു ചായ് ടോക്സ്, അല്ലേ സ്വാതി? യെസ്, എക്സാക്ട്ലി. അതെ, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ചായ് ടോക്സ് തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ചിലപ്പോൾ 3 പേരുടെയും ഡൈവേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കും, പക്ഷെ അതിലായിരിക്കും ഈ ഒരു എപ്പിസോഡിന്റെ ഫൺ ഉണ്ടാവാന്ന് എനിക്ക് തോന്നുന്നു. കാരണം 3 പേരും 3 രീതിയിൽ പറയുന്നു. അതുപോലെ തന്നെ ഇറ്റ് മൈറ്റ് ബി ലൈക്ക് എ ഡയലോഗ്. നിങ്ങൾ 3 പേരും തമ്മിലൊരു ഡയലോഗ് പോലെ ആയിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യൂവേഴ്സ് ആയിക്കോട്ടെ, ലിസണേഴ്സ് ആയിക്കോട്ടെ, whoever is following Chai Talks, they will have a different experience. That is for sure. ഒരു യൂഷ്വൽ എക്സ്പീരിയൻസ് ആവില്ല എന്തായാലും അനന്തുമായിട്ടുള്ള ഈ ഒരു എപ്പിസോഡ്. സോ വിൽ സ്റ്റാർട്ട് മഞ്ജു സേ. അതെ, ഇപ്പൊ അനന്തു റൈറ്റ് നൗ, അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഗസ്റ്റ് കൂടിയാണ്. അനന്തു ഇപ്പൊ റൈറ്റ് നൗ ജർമ്മനിയിലാണ് ഉള്ളത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഞങ്ങളിപ്പോ റെക്കോർഡ് ചെയ്യുന്ന സമയം ഏകദേശം ഒരു 8:30-9 മണി. അനന്തുവിന് അവിടെ 5 മണിയാണ്. അനന്തു അവിടെ സെന്റർ ഫോർ മോഡേൺ ഇന്ത്യൻ സ്റ്റഡീസ് ജർമ്മനിയിൽ ഗാന്ധിയൻ സ്റ്റഡീസിലല്ലേ? അത് ജി ഉണ്ട്, പക്ഷെ ഗാന്ധി അല്ല. ഗോട്ടിങ്ങൻ ആണ് സ്ഥലത്തിന്റെ പേര്, യൂണിവേഴ്സിറ്റി ഓഫ് ഗോട്ടിങ്ങൻ. അത് ജോർജ് ഓഗസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് അത് ജർമ്മനിയിൽ അവർ പറയുന്നത്. അത് പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് ഗോട്ടിങ്ങൻ, യൂണിവേഴ്സിറ്റി ഓഫ് ഗോട്ടിങ്ങനിൽ സിമിസ് എന്നാണ് സെന്ററിന്റെ പേര്, സെന്റർ ഫോർ മോഡേൺ ഇന്ത്യൻ സ്റ്റഡീസ്. അവിടെ അനന്തു പിജി ചെയ്യുന്ന സബ്ജക്ട് അത് മോഡേൺ ഇന്ത്യൻ സ്റ്റഡീസ് എന്നുള്ളതാണ് ആക്ച്വലി സബ്ജക്റ്റിന്റെ പേര്. മോഡേൺ ഇന്ത്യൻ സ്റ്റഡീസ് തന്നെയാണ്. ഇതൊരു ഇന്റർഡിസിപ്ലിനറി അപ്രോച്ചാ. നമ്മളൊരു മോഡേൺ ഇന്ത്യ എന്നൊരു സാധനത്തിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ, സോഷ്യോളജിക്കൽ, ആന്ത്രപ്പോളജിക്കൽ, പിന്നെ ഫിലോസഫിക്കൽ, അങ്ങനെ എക്കണോമിക്കൽ, അങ്ങനെ പലതരത്തിലുള്ള ആസ്പെക്റ്റിൽ നിന്നുള്ള വർക്കുകൾ പല വിഷയത്തെപ്പറ്റി പഠിച്ച്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ലെക്ചറുകളും ഡിസ്കഷൻസും ഒക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് നമ്മളൊരു അനുമാനത്തിൽ മോഡേൺ ഇന്ത്യയെ പറ്റിയുള്ള ഒരു അവലോകനം നടത്തുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മൾ വീണ്ടും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഞങ്ങൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് അപ്പൊ അനന്തുവിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ജർമ്മനി? ഹൗ ഇസ് ജർമ്മനി? ആൻഡ് എങ്ങനെയാണ് ജർമ്മനി അനന്തുവിനെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്? ഒന്ന് ആദ്യമേ എന്നെ പറഞ്ഞ സമയത്ത് ഞാൻ അതിലൊരു പൊളിറ്റിക്കൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം നമ്മള് അതിനകത്തൊരു പൊളിറ്റിക്കൽ ആസ്പെക്ട് ജർമ്മനി എന്ന് പറയുന്ന സ്ഥലം തന്നെ അത്രയധികം ഹിസ്റ്റോറിക്കലി ഒപ്രസ്ഡും ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലമാണ്. ഹിസ്റ്ററിയിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അനന്തു മനഃപൂർവ്വം ചൂസ് ചെയ്തതാണോ ജർമ്മനി? അവിടെ പോകണം എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ഒന്ന് പറയാമോ? പിന്നെന്താ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ തുടക്കത്തിന് മുന്നേ ഞാൻ പറയാം, ഞാൻ ഈ എന്നെ പ്രമാണി എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ വളരെ അല്ല തീർച്ചയായിട്ടും ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്ന സമയത്ത് ആളുകൾ പൊതുവിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇകഴ്ത്താനും പുകഴ്ത്താനും ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ പൊതുവിൽ നമ്മൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നൊക്കെ പറയുന്ന, പക്ഷെ ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത്. പക്ഷെ അത് നമ്മൾ ഭാഷാപരമായി തന്നെ ഒരു വളരെ
ഒരു ഒരു മേലാള പ്രയോഗങ്ങൾക്കകത്താണല്ലോ ഉള്ളത്. അപ്പോൾ അത് അതെ 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 പറയുമ്പോൾ തന്നെ ഒരു ഹൈറാർക്കിനെ അത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതെ അങ്ങനത്തെ അതെ വാക്കുകൾ ഇനി കേൾക്കുന്നവരെങ്കിലും പറയാതിരിക്കട്ടെ എന്നുള്ളതാണ്. അതെ അതെ ഉറപ്പായിട്ടും. ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോ അനുദൂന്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ഭാവവ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ചിലപ്പോ ഇത് കഴിഞ്ഞിട്ട് എന്നോട് പറയുന്നതായിരിക്കും വിചാരിച്ചു. എന്താണെങ്കിലും കറക്റ്റ് ആണ്. ഐ എഗ്രി ടു അതെ, ദാറ്റ്. നമ്മൾ പിന്നെ പ്രാമാണിത്വങ്ങൾക്കെതിരാണല്ലോ. നമ്മൾ പഠിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് തന്നെ ലൈക്ക് അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ. അതൊരു അതെ ഇതാണല്ലോ പാട്രിയാർക്കൽ അതെ പല ക്യാപിറ്റലിസ്റ്റിക് അതെ ആയിട്ടുള്ള സാധനങ്ങളും. ആ കാസ്റ്റ് ഹൈറാർക്കിയുള്ള ഭാഷയാണ്. നമ്മളത് അൺലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ 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 അത് അതെ. യെസ്. ഇപ്പൊ ജർമ്മനി എങ്ങനെയുണ്ടെന്നുള്ളടത്ത് തുടങ്ങിയാലേ, ഇപ്പൊ ജർമ്മനിയിൽ ഇപ്പൊ ഫോളാണ്. ഫോളില് പൊതുവിലുള്ളതിനേക്കാൾ തണുപ്പുണ്ട് ഇപ്പോൾ. അതായത് രാവിലെ നമുക്ക് 7 ഡിഗ്രി തണുപ്പൊക്കെയാ, 7, 6, വിച്ച് ഈസ് നല്ല തണുപ്പാണ്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ ഞാൻ താമസിക്കുന്നത് ഒരു ലെഫ്റ്റ് ഹൗസിങ്ങിലാണ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് ലെഫ്റ്റ് ഹൗസിങ്സ് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു 60-70കളിലൊക്കെ ജർമ്മനിയിൽ മൊത്തം ഉണ്ടായി വികസിക്കുകയോ ഉണ്ടാകുകയോ ഒക്കെ ചെയ്തെന്ന് ഈ ഇടതുപക്ഷ മൂവ്മെന്റുകളുടെ ഭാഗമായി ഉണ്ടായി വന്നതാണ്. അത് ജർമ്മനിയിൽ മറ്റെവിടെയെങ്കിലും ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അറിവിൽ എൻ്റെ സുഹൃത്തുക്കൾക്കോ അങ്ങനെ ആരും കേട്ടിട്ട് പോലില്ല അവർ. പക്ഷെ ഗോട്ടിങ്ങിൽ അതുണ്ട്. അപ്പോൾ ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ കുറെ ഹൗസുകൾസ് ഉണ്ട് ഇങ്ങനെ. ഇത് നമ്മൾ പൊതുവിൽ വന്ന ഒരാളുടെ അടുത്ത് നിന്ന് റെന്റിനെടുത്ത് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ലാൻഡ് ലോഡിന്റെ അടുത്ത് നിന്ന് റൂം എടുക്കുന്ന പോലല്ല. ഇവിടെ താമസിക്കുന്ന ആളുകളെല്ലാം ഇതിന്റെ ലാൻഡ് ലോഡ്സ് ആണ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രൊജക്റ്റ് ആണ് ആക്ച്വലി. അപ്പോൾ ഞങ്ങളുടെ ഹൗസിന്റെ ഒരു വിന്റർ ഗാർഡൻ ഉണ്ട്. നമ്മളിങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി ഇരിക്കാനൊക്കെ ഉള്ള ഒരു വിന്റർ ഗാർഡൻ. ഞാൻ അവിടെ വന്ന് ഇരുന്ന് ചെയ്യാൻ ഓർത്തോണ്ട് വന്ന് ഇരുന്നതാണ്. പക്ഷെ നല്ല തണുപ്പുണ്ട്. ഞാൻ ഒന്ന് ഇരുന്ന് പോയല്ലോ എന്ന് ആലോചിച്ച് ആണ് ഇപ്പൊ ഇരിക്കുന്നത്. നമുക്ക് തലമാരിക്കൊക്കെ ചെയ്യാട്ടോ. നമ്മുടെ പോഡ്കാസ്റ്റ് വളരെ ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ അതൊന്നും ആ പ്രശ്നമില്ല. പിന്നെന്താ ആ പിന്നെന്താ തണുപ്പ് കൂടുമ്പോ പറഞ്ഞാൽ അപ്പൊ മതി മാറിയിരിക്കാം. മതി. അല്ലേ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ലൈറ്റ് കുറയുമ്പോ ലൈറ്റ് കൂടുമ്പോ ഒക്കെ ഞങ്ങൾ വളരെ എന്താ പറയാ സൗകര്യപൂർവ്വം അത് സ്വിച്ച് ചെയ്യാറുണ്ട്. സോ അത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഞാനിപ്പോ യൂറോപ്പിനെ മൊത്തത്തിൽ ജർമ്മനിയെ വെച്ച് എനിക്ക് പറയാനൊന്നും പറ്റത്തില്ല. കാരണം എല്ലാ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള രീതി വ്യത്യസ്തമാണ്, ശരിക്കും വ്യത്യസ്തരാണ് കേട്ടോ. അതായത് ആളുകളുടെ സ്വഭാവം പോലുവേ ഈ ഫ്രഞ്ചുകാരും ഇറ്റാലിയൻസും ഇവിടുത്തെ ഡോഷുകാരും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അവര് തമ്മിലുള്ള അവരിൽ നിന്ന് തന്നെയുള്ള നമ്മൾ അവരോട് സമ്പർക്കത്തിൽ ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഒരു സ്ഥലത്തു നിന്നുള്ള ആളുകളുടെ വ്യത്യസ്തത ഉണ്ട് അതിനകത്ത്. എന്തായാലും ജർമ്മൻസ് ലെഫ്റ്റ് ഹൗസിങ്ങിൽ താമസിക്കുന്നതാണെങ്കിൽ ഇവിടുത്തെ ആളുകൾ ഭയങ്കര നല്ല ആളുകളാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒരു റേസിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചുകൾ ഒരു ജർമ്മനിക്കകത്ത് പല സ്ഥലങ്ങളിൽ നിന്നും തോന്നിയിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട്. അതേ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു വെയർ ഹൗസിലാണ്. നമ്മൾ സ്റ്റുഡൻറ് എന്ന നിലയിൽ ഇപ്പോൾ ബ്രേക്ക് ഒക്കെ ആകുമ്പോഴത്തേനും ഫുൾ ടൈം വർക്ക് ചെയ്യും. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ മറ്റു രാജ്യത്തു നിന്നുള്ള ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് പോളിഷുകാരും ചെക്കുകാരും റൊമേനിയൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകളുടെയൊക്കെ അപ്രോച്ചുകൾക്കകത്ത് നിത്യത്തിൽ റേസിസ്റ്റിക് എല്ലാ സാധനമുണ്ട്. പക്ഷെ മൊത്തത്തിൽ ജർമ്മനി എങ്ങനെ ഉണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇറ്റ്സ് പീസ്ഫുൾ. നമ്മൾ ബെർലിനിലോ അല്ലെങ്കിൽ മ്യൂണിക്ക് പോലത്തെ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും അല്ല താമസിക്കുന്നെങ്കിൽ. ഇപ്പം ഞാനൊക്കെ താമസിക്കുന്ന ഗോട്ടിങ്ങൻ എന്ന് പറയുന്ന വളരെ ചെറിയൊരു വില്ലേജ് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ടൗൺ പോലത്തെ സ്ഥലമാണ്. ഒരു മിഡീവൽ ടൗൺ ആണ് ആക്ച്വലി. ഒരു മിഡീവൽ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറൽ ബിൽഡിങ്സ് ആണ് സിറ്റി സെന്ററിലൊക്കെ. അപ്പോൾ ഭയങ്കര പീസ്ഫുൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, അതായത് നമുക്ക് അങ്ങനെ ബാഹ്യമായിട്ടുള്ള ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ആ നിലയിൽ എനിക്ക് ഗോട്ടിങ്ങൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജർമ്മനിയെ മൊത്തത്തൊന്നും വിലക്കെടുക്കുന്നില്ല. ഗോട്ടിങ്ങൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് ജർമ്മനിയെ പറ്റിയുള്ളൊരു കാര്യം. പിന്നെ ജർമ്മനിയിലോട്ട് വന്ന കാര്യം എനിക്ക് തോന്നുന്നത് ഈ മാർജിനലൈസ്ഡ് വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഭയങ്കര പാടാണ് ഈ വിദേശ പഠനം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻസ് ഭയങ്കര എത്തുന്നില്ല എന്നുള്ളൊരു ഉണ്ട്. ഇപ്പൊ ഞാൻ അതെ കുറച്ച് ആളുകൾക്ക് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണോ, മാസങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല, 1-2 മാസമായി, 1 മാസത്തിന് മുകളിലായിട്ടുണ്ട് എന്തായാലും, 1-2 മാസത്തിന് മുകളിലായിട്ടുണ്ട്. ഈ നമ്മുടെ CDS ന്ന് ഒരു അതെ ഒരു വിദ്യാർത്ഥിയും അവിടുത്തെ റിസർച്ചറും അവരുടെ അധ്യാപികയും ആയിട്ടുള്ള ഇതുപോലൊരു വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പം ഞാൻ അവരോട് അത് പറയുകയും ചെയ്തു. അതായത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും ഒരുപക്ഷെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ വളരെ പബ്ലിക്കായി ഇടപെടുകയും പബ്ലിക്കായിട്ടുള്ള പല ആളുകളുമായിട്ട് വ്യക്തിപരമായി പരിചയം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ, ചെയ്തിട്ടുള്ള ഒരാളുമാണ്. അങ്ങനെയുള്ള എനിക്ക് തന്നെ ഇൻഫർമേഷൻസ് തീരെ ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. സർക്കാരിന്റെ പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എന്തിനെ എന്ന്
എന്ന് വെച്ചാൽ നമ്മൾ അവിടെ എങ്ങനെ എത്തിപ്പെടണം, അത് അതെ അവിടെയുള്ള അതെ അതെ അതെ. ഈ എത്തിപ്പെടുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഇപ്പൊ നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് പോലും തോന്നാം വീടുകളിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണല്ലോ, അതെല്ലാ വീടുകളിലും ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്. ആ വീടുകളിലുള്ള സംസാരം ഒരേപോലെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇല്ല ഇല്ല ഇല്ല. അപ്പോ അത് ആ ഇൻഫർമേഷൻസും നമ്മൾ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാവും, നമുക്കിവിടെ ആരുണ്ട്, നമ്മൾ ആര് പറഞ്ഞു തരും, അങ്ങനെ ഒന്നും അറിഞ്ഞൂടാ. പിന്നെ നമ്മൾ അക്കാഡമിക് ഫീൽഡിലും ഈ എഴുത്തിലും ഒക്കെ മുമ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റികളെ പറ്റിയും അധ്യാപകരെ പറ്റിയും അറിയാവുന്ന അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ജർമ്മനിയിലേക്ക് വരാൻ നേരം ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ജർമ്മനി മാത്രമായിട്ടല്ല ഞാൻ ഇട്ട, ശരിക്കും ഞാൻ കുറെ യൂണിവേഴ്സിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ട് അവിടെയൊക്കെ അപ്ലൈ ചെയ്യണം എന്ന പ്ലാൻ ഇട്ടിട്ട് ഞാൻ എന്റെ ഡെഡ് ലൈൻസ് നോക്കി വെച്ചു. അപ്പൊ ആദ്യമേ ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു ഇവിടെയാണ്. പിന്നെ ഞാൻ ആലോചിച്ചു ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ വലിയ ഫീസ് ഒന്നുമില്ല, ട്യൂഷൻ ഫീസ് ഇല്ല. അപ്പം മാത്രമല്ല ഇവിടുത്തെ ഈ സെന്റർ ഫോർ മോഡേൺ ഇന്ത്യൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ആക്ച്വലി നല്ല ഫേമസ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾക്ക് അക്കാഡമിക് ഫീൽഡിലുള്ള ആളുകൾക്ക് വളരെ പരിചിതമാണ്, അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മാത്രമല്ല ഇന്ത്യയെ പറ്റി വളരെ ഫോക്കസ് ആയിട്ട് പഠിക്കാറുള്ളൂ. അപ്പൊ എന്റെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റും ഒക്കെ നമ്മുടെ ഒരു മോഡേൺ ഹിസ്റ്ററിക്കകത്തും ഒക്കെ തന്നെയാണ്. അപ്പോ ഞാൻ ഇവിടെ വെച്ചു, ഇവിടെ കിട്ടി, ഇനി പോന്നു. അങ്ങനെയാണ് ജർമ്മനി വന്നത് ആക്ച്വലി. അങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററി തന്നെയായിരുന്നു, ഇന്ത്യൻ ഹിസ്റ്ററി തന്നെയായിരുന്നു ഫോക്കസ് ചെയ്ത് അല്ലേ? മീൻസ് ബാക്കിയെല്ലാ യൂണിവേഴ്സിറ്റീസ് അല്ലല്ല, ഇന്ത്യൻ ഹിസ്റ്ററി മാത്രമല്ല ഇവിടെ പഠിക്കുന്ന കേട്ടോ. അതായത് നമ്മള് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നൊരു സെന്റർ അല്ല, പക്ഷെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാം പഠിച്ചതിന് ശേഷം. നമ്മുടെ പ്രൈമറി ഫോക്കസ് വരുന്നത് ഇങ്ങോട്ടാണ്. പക്ഷെ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞപ്പോൾ സ്റ്റേറ്റിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ലോകത്ത് സ്റ്റേറ്റ് എങ്ങനെയാണ് വികസിച്ചു വന്നത്, സ്റ്റേറ്റ് ആസ് എ തിയറി, സ്റ്റേറ്റ് ആസ് എൻ ഐഡിയ, സ്റ്റേറ്റ് ആസ് എ പൊളിറ്റിക്സ് എങ്ങനെ വികസിച്ചു വന്നു എന്നുള്ള എല്ലാത്തിനെയും പറ്റി എല്ലാ അപ്രോച്ചുകളും നമ്മൾ പഠിക്കും, മനസ്സിലാക്കാൻ ശ്രമിക്കും, ഡിബേറ്റ്സും ഡിസ്കഷൻസും നടത്തും. അങ്ങനെ അതിനുശേഷം ഇന്ത്യൻ സ്റ്റേറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ, അതിന്റെ വികാസത്തെയും അതിന്റെ ഈ പഠിച്ചതുമായി ബന്ധപ്പെട്ടും അനുഭവിച്ചതുമായി ബന്ധപ്പെട്ടും ഒക്കെ വിലയിരുത്താനും അതിനെ മനസ്സിലാക്കാനും അതിനെപ്പറ്റി ഇനി പ്രവചിക്കാനുമുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ പഠനം എന്ന് പറയുന്നത്. പ്രവചിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ നാളെ എന്ത് നടക്കുമെന്ന് പറയുമെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഒരു അവസ്ഥ. ഓക്കെ, അനന്തു, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കാര്യം പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ കുറച്ച് ആ ഒരു ഡിഗ്രി തലങ്ങളിൽ കുറച്ചുകൂടി ഡിഗ്രി കുട്ടികളായിട്ടാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്, സ്റ്റുഡൻസായിട്ട് ഞാൻ ഡീൽ ചെയ്യണേ. അപ്പൊ നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന തിയറീസ് ആയിക്കോട്ടെ, അതിലൊക്കെ ഇപ്പൊ ന്യൂ ഹിസ്റ്റോറിസിസം പോലത്തെ തിയറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാർക്സിസം പോലത്തെ തിയറിയിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലോ, നമ്മൾ ഹിസ്റ്ററിനെ വീണ്ടും വീണ്ടും നമ്മൾ പരിശോധിക്കണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ദാറ്റ് ഹിസ്റ്ററി സം വേ ഓർ അതർ ഇസ് മാനിപ്പുലേറ്റഡ്, ഓർ ഒരാളുടെ പെർസ്പെക്റ്റീവ് നിന്നാവാം ചിലപ്പോൾ ഹിസ്റ്ററി വരുന്നുണ്ടാവാം. അതെപ്പോഴും ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഇന്റർപൊലേഷൻ അവിടെ നടന്നേക്കാം അല്ലെ? അതായത് പല രീതിയിലും പല ഇൻഫ്ലുവൻസസും അവിടെ കയറി വന്നിരിക്കാം. അതുപോലെ തന്നെ ഒരു ഹൈറാർക്കിക്കലായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് വന്നേക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഒബ്ജക്റ്റീവായിട്ട് ഒരു ഹിസ്റ്റോറിയൻ ആവണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? അതായത് ഒരു കുട്ടി, ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഇപ്പൊ ഹിസ്റ്ററിയിലേക്ക് എൻ്റർ ചെയ്ത ഒരു പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽ, കുട്ടി വേണ്ട, ഒരു ഇൻഡിവിജ്വൽ, ഓക്കെ, ആ ഇൻഡിവിജ്വലിന് ഒരു ഹിസ്റ്ററി വായിക്കുന്ന സമയത്ത് എത്രത്തോളം ഒബ്ജക്റ്റീവായി ആ ഒരു ഹിസ്റ്ററിനെ സമീപിക്കുകയാണെങ്കിൽ എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് ആ പേഴ്സണ് വേണ്ടത്? എനിക്കൊരു ക്യൂരിയോസിറ്റി വെച്ച് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നൊരു കാര്യം, അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് എന്നൊരു സാധനം ചരിത്രത്തെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ സ്വാതി പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആശയധാരകളെ വെച്ചും എക്സ്പീരിയൻസ്, എനിക്ക് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് തോന്നുന്ന എക്സ്പീരിയൻസ് ആണ്. ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസും അയാളുടെ ഒരു ആസ്പിറേഷനും യഥാർത്ഥത്തിൽ ചരിത്രത്തെ വായിക്കുന്ന സമയത്ത് അവരുടെ നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. ആ നിഗമനത്തിൽ എത്തുന്ന അവരുടെ ആസ്പിറേഷനും അവരുടെ ഒരു എക്സ്പീരിയൻസും വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ആസ് എ ഹിസ്റ്റോറിയൻ പ്രധാനമായി വേണ്ടത്, ഹിസ്റ്റോറിയൻ ആസ് എൻ അക്കാഡമിഷ്യന് വേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആസ്പിറേഷനും നമ്മുടെ എക്സ്പീരിയൻസും അവിടെ ഇരിക്കെ തന്നെ തെളിവുകൾ പ്രധാനമാണ്. നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഹിസ്റ്റോറിയൻസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിയൻസ് പറയുന്ന തെളിവുകൾ, ആ തെളിവുകൾ എങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ള സാധനം മറ്റ് നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസിന്റെ നമ്മുടെ രാഷ്ട്രീയ ആസ്പിറേഷന്റെ ഭാഗമായിട്ടാണ്. അതാണ് ഹിസ്റ്ററിയിൽ മാറ്റം വരുന്നത്. നമ്മൾ തെളിവുകളെ വിലയിരുത്തി
ഏറ്റവും സോഷ്യലി ഡെമോക്രാറ്റിക് ആയും സോഷ്യൽ ജസ്റ്റിസിനെ, അതായത് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലെ വ്യത്യസ്ത മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അവർക്ക് നീതി ലഭ്യമാക്കുന്ന നിലയിൽ എങ്ങനെ നമുക്ക് ചരിത്രം മനസ്സിലാക്കാൻ സാധിക്കും എന്നിടത്ത് നിന്ന് നോക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എൻ്റെ ഒരു വ്യക്തിപരമായ വിചാരമാണ്. കാരണം ഞാനിപ്പോൾ ചരിത്രം പറഞ്ഞു വരുന്ന സമയത്ത് ഇന്ത്യയിലെ സംബന്ധിച്ച് ദലിതരെയോ ആദിവാസികളെയോ സ്ത്രീകളെയോ ക്വയർ സമൂഹങ്ങളെയോ ഡിസബിലിറ്റി ഉള്ളവരെയോ ഒക്കെ ചരിത്രത്തിൽ മോശമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ അന്ന് അതാണ് ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു നീതിയില്ല. യഥാർത്ഥത്തിൽ ചരിത്രം എഴുതി വെച്ച ഒരു ലീനിയർ വരയൊന്നും അല്ലല്ലോ, അത് എഴുതി വെച്ച ആളുടെ ചിന്തയാണ് അയാൾ എഴുതുന്നത്. ഒരുപക്ഷെ ഇപ്പം മുമ്പ് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു 2020 ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അത് ഞാനും എൻ്റെ സുഹൃത്തായിട്ടൊരു ഹിസ്റ്റോറിയനാണ്, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള കേരളത്തിലെ ഹിസ്റ്റോറിയനാണ്. അപ്പോൾ അദ്ദേഹവും ഞാനുമായിട്ടൊരു സംസാരം ഉണ്ടായി. അപ്പോൾ ഈ തെളിവുകളുമായി ബന്ധപ്പെട്ട് തർക്കമായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ തെളിവ് പ്രകാരം ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് ചരിത്രം ഇങ്ങനെയാണ് എന്ന നിലയിൽ സംസാരിച്ചു. അപ്പം ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, ഞാൻ കോട്ടയത്ത് താമസിക്കുന്ന ആളാണ്, ഞാൻ തിരുനക്കര മൈതാനത്തിന് അടുത്തുള്ള ഒരു തട്ടുകടയിൽ പോയി ഒരു ദോശ കഴിച്ചു. അപ്പൊ ഈ ദോശയുടെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്, ദോശ അടിപൊളിയായിരുന്നു. ഞാൻ തിരിച്ച് എൻ്റെ വീടായ കഞ്ഞിക്കുഴി വന്നിട്ട് പറഞ്ഞു നല്ല ദോശയാണ് പോയി കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ പോകുന്ന ആൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ തട്ടുകടയില്ല, ആ തട്ടുകടക്കാരൻ നാമ്പടത്തോട്ട് മാറിക്കാണും. അപ്പൊ ഈ തട്ടുകടയില്ല എന്ന് ഇദ്ദേഹം എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ദോശ ഇല്ല എന്നുള്ള ഇവര് പറയുന്നത്. തട്ടുകടയും ദോശയും എന്റെ എക്സ്പീരിയൻസ് ആണല്ലോ, ഞാൻ അവിടെ നിന്ന് കഴിച്ചതാ. അപ്പൊ ചരിത്രം എഴുതുന്ന ആൾ അവരുടെ കാഴ്ച അതിനകത്ത് പ്രധാനമാണ്. ആ എഴുതിയ ആൾ എന്ത് ആവശ്യത്തിനാണോ, ഏത് സന്ദർഭത്തിലാണോ, എന്ത് രാഷ്ട്രീയ ഉദ്ദേശത്തിലാണോ അത് എഴുതുന്നത്, അതിനെയും കൂടെ വിലയിരുത്തി മാത്രമേ നമ്മൾ ചരിത്രത്തിനെ പരിശോധിക്കാൻ പാടുള്ളൂ. അത് നമ്മൾ ഈ പറയുന്ന വളരെ ഒപ്രസ്ഡ് ആയിട്ടുള്ള എല്ലാ സമൂഹങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നതും കൂടെ വിലയിരുത്തി വായിച്ചു നോക്കിയാൽ മാത്രമേ ഒരുപക്ഷെ നമ്മൾ കൊണ്ടു നടക്കുന്ന പ്രിവിലേജുകളെ മാറ്റിവെച്ച് ഇത്തരം ഡിസബിലിറ്റികളെ, ഇത്തരം മാർജിനലൈസേഷനുകളെ മനസ്സിലാക്കിയാൽ മാത്രമേ ചരിത്രത്തെ വേണ്ട രീതിയിൽ പുനർവായിക്കാനും പുനർചിന്തനം ചെയ്യാനും പുനരായിട്ട് എഴുതാനും സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു മതം. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ട് ട്രെൻഡ് അല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിൽ വളരെയധികം മോൾഡ് ചെയ്യപ്പെടുന്നു, അല്ലെ മഞ്ജു മിസ്സേ? മോൾഡ് ചെയ്യപ്പെടാണ്. അതായത് കുട്ടികൾ ഇനി പഠിക്കുന്ന കാര്യം ഓൾറെഡി, ടു ബി ഓണസ്റ്റ്, ഞാൻ അങ്ങനെ ഇതാക്കി പറയുന്നതല്ല, പക്ഷെ ഇപ്പൊ തന്നെ ഇനി ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ഉണ്ടാകുന്ന ഒരു ഇതാണോന്ന് എനിക്കറിയില്ല, നമ്മൾ പറയുന്ന പല കാര്യങ്ങളും കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അത് കണക്ട് ചെയ്യണം. ദേ ഡോണ്ട് ഈവൻ ഹാവ് ദാറ്റ് അവയർനെസ്. ഇപ്പോ നമുക്കുള്ള ഒരു അവയർനെസിന്റെ ഒരു പകുതി പോലും ഇപ്പോഴത്തെ ജനറേഷന് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കുറെയൊക്കെ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പല കാര്യങ്ങളും ഒമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അത് കൂടുതൽ ഒമിറ്റ് ചെയ്യപ്പെടാണ്. സോ ഹൗ യു ഫീൽ, എത്ര ഡേഞ്ചർ ആണ് ഇങ്ങനെ ഒമിറ്റ് ചെയ്യപ്പെടുമ്പോ പല കാര്യങ്ങളും സത്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് എടുക്കുന്ന ഒരു ഡിസിഷൻ ആണല്ലോ അത് ഒമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്ത് കളയുക എന്ന് പറയുന്നത്. സോ ഹൗ ഡു യു ഫീൽ ദാറ്റ് ക്യാൻ എഫക്ട് ദിസ് ജനറേഷൻ? ഓർ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, അത് ഒരു ഇൻഡിവിജ്വലിന്റെ ഡിസ്ക്രിപ്ഷൻ ആണോ? അതായത് എനിക്ക് വിളമ്പുന്നത് ഞാൻ കഴിക്കുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോയി തെരഞ്ഞു കണ്ട് പിടിക്കില്ല എന്ന് പറയുന്ന ഒരു മനോഭാവമുള്ള, അല്ലെങ്കിൽ ഞാൻ പോയി കണ്ടുപിടിക്കും എന്ന് പറയുന്ന ഒരു മനോഭാവമാണോ നമ്മളൊരു നല്ലൊരു ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഒരു ഹിസ്റ്ററിനെ കുറിച്ചൊരു അവയർനെസ് ഉള്ള ഒരു വ്യക്തിക്ക് വേണ്ടത്? ഐ ഹോപ്പ് മൈ ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ. ഹിസ്റ്റോറിയൻ എന്ന നിലയിലുള്ള, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിയോട് ഒരു എന്തൂസിയാസ്റ്റ് എന്നുള്ള നിലയിലുള്ള ആളുകളോടുള്ള ചോദ്യം, അങ്ങനത്തെ ആളുകളെ പറ്റിയുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ കൂടുതൽ ഇൻഫർമേഷൻസ് ഭയങ്കരമായിട്ട് ആളുകൾക്കുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഉള്ള ഒരു ജനറേഷനെ സംബന്ധിച്ച്, ഞാൻ അത്ര അവൈലബിലിറ്റി ഇൻഫർമേഷൻ അവൈലബിൾ ആണ് എല്ലാവർക്കും. നമ്മളിപ്പോ നമുക്കത് കിട്ടണമെങ്കിൽ നമ്മൾ ചോദിക്കണമല്ലോ. ഫസ്റ്റ് നമ്മളെ പ്രോംപ്റ്റ് നമ്മൾ അവിടുന്ന് അങ്ങോട്ടേക്ക് ചോദിക്കണമല്ലോ. അതാണ് സ്വാതി രണ്ടാമത് ഉദ്ദേശിച്ച ആ ഒരു കാര്യം. ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ഇൻക്വിസിറ്റീവ്നെസ്, അത് എന്ത് മാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു സ്വാതി സെക്കൻഡ് പാർട്ടിൽ ഉദ്ദേശിച്ചത്. അതെ. ഞാൻ പറയാൻ ശ്രമിച്ചതാണ്. അതായത് ഈ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് കേവലം ഇൻഫർമേഷൻസ് അല്ല, അത് നാരറ്റീവ്സ് ആണ്. അപ്പോൾ ഒരുപാട് നാരറ്റീവ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ നാരറ്റീവ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെടുക്കുക എന്നുള്ളത് ഈ പറയുന്ന വ്യക്തിയുടെ ഒരു രാഷ്ട്രീയ,
ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതും അവരുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുമായിട്ടൊരു കാര്യമാണ്. ഉം. അപ്പൊ ഈ സാധനത്തെ നമ്മൾ എങ്ങനെയാണ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞോളാം, നമ്മുടെ ലെൻസ് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. നമ്മളെ ലെൻസ് നമ്മൾ വിചാരിക്കുന്നത് പോലെ സ്കൂളുകളിൽ നിന്നും തീർച്ചയായിട്ടും വികസിക്കുന്നുണ്ട്. പക്ഷെ അതിനുമുപരി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിൽ നിന്നും നമ്മുടെ ഈ പറയുന്ന വിദ്യാഭ്യാസ പദ്ധതികളുടെ രീതികളിൽ നിന്നുമൊക്കെ ആണ് ലെൻസ് രൂപപ്പെടുന്നത്. ആ ലെൻസ് എല്ലാ കാലത്തും എഴുതാൻ അധികാരം ഉണ്ടായിരുന്ന ആളുകളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന്, അതായത് പണ്ട് ഈ യൂറോപ്യൻ നവോത്ഥാനത്തെ പറ്റിയൊക്കെ പറയുമ്പോഴേ, യൂറോപ്പിലെയൊക്കെ നവോത്ഥാനം എന്ന് പറയുന്നത് ഈ വെള്ളക്കാരിൽ നിന്ന് തന്നെ ഉള്ള അപരൻ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ പോയ ചില അനാർക്കിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്കകത്തുണ്ടായ ഒരു മാറ്റമാണ് നവോത്ഥാനത്തിലേക്ക് വഴിതെളിച്ചത്. അല്ലെങ്കിൽ അതായത് ഈ പറയുന്ന ഒപ്രസേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ എല്ലാ കാലത്തും ക്രെഡിറ്റ് പോകുന്ന അവരിൽ നിന്ന് തന്നെയുള്ള അതെ, പുരോഗമനവാദികളുടെ അതിപ്പം നമ്മുടെ നാട്ടിലും ഏകദേശം കേരള റിനേസൻസ് നോക്കിയാൽ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ചെന്ന് നവോത്ഥാനം എന്ന് പറയുമ്പോൾ ആദ്യം പിള്ളേര് പറയുന്നത് മന്നത്ത് പത്മനാഭന്റെ പേരോ അല്ലെങ്കിൽ അങ്ങനെ അതിൽ അയ്യങ്കാളി അല്ലെങ്കിൽ പൊയ്കയിലപ്പച്ചൻ, പിന്നെ ശ്രീനാരായണ ഗുരുപ്ര, അവരുടെയൊക്കെ പേര് എപ്പോഴും വളരെ റീസെന്റ് ആയിട്ടാണ് പിന്നെയും കുട്ടികൾ അതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രിക്കോ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും പൊയ്കയിലപ്പച്ചനെ കുറിച്ചോ അല്ലെങ്കിൽ അയ്യങ്കാളിനെ കുറിച്ചോ ഒരു സെന്റൻസ്, അതിനപ്പുറത്തേക്ക് അതിലും കൂടുതൽ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സ്റ്റാൻഡേർഡിലൊക്കെ തോന്നുന്നില്ല. നമ്മള് മേ ബി ഒരു പാരഗ്രാഫ് പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടാവാം, അത്രേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതെ 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 അതായത് എഴുതാൻ അധികാരം ഉണ്ടായിരുന്ന ആളുകളുടെ അവരുടെ ഒരു ബെനവലൻസിന്റെ കാര്യമാണ് നവോത്ഥാനം എന്ന്. അതെ അല്ലെങ്കിൽ അതെ അത്തരം ചില ബെനവലൻസുകളാണ്, അത്തരത്തിലുള്ള ആളുകളുടെ ബെനവലൻസിനെ പറ്റിയുള്ള ഒരു ആലോചന അത്തരം ഒരു ലെൻസിനകത്തു നിന്നാണ് ഒരു ചരിത്രത്തെ അതെ വായിക്കുന്നത്. അതെ അതെ അപ്പൊ നമ്മൾ ആസ് എ ഹിസ്റ്റോറിയൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ അത്ര എന്തൂസിയാസ്റ്റുകൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പല ഭാഗങ്ങളെ വായിക്കുകയും, അതായത് പല ആർഗ്യുമെന്റുകളെ, ഇപ്പോൾ ഒരു തീവ്ര വലതുപക്ഷങ്ങളുടെയോ സെൻട്രിസ്റ്റുകളുടെയോ വലതുപക്ഷക്കാരുടെയോ ഇടതുപക്ഷത്തിന്റെയോ തീവ്ര ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഇതിലൊന്നും തങ്ങളെ പെടുത്താൻ ആഗ്രഹമില്ലാത്ത ആളുകളുടെയോ ഒക്കെ ചരിത്ര നാരേറ്റീവുകളെ കേൾക്കുകയും ആ പറയുന്ന നാരേറ്റീവുകൾ എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മാർജിനലൈസ്ഡും ഡിസബിൾഡും ഒപ്രസ്ഡുമായിട്ടുള്ള മനുഷ്യരെ പറ്റിയുള്ള ആശങ്കകൾ പങ്കുവെക്കുന്ന, അവരെയും കൂടെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ ചരിത്രം പറയുന്നതെന്ന് വിലയിരുത്താൻ ഉള്ള ഒരു ലിറ്ററസി ഉണ്ടാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത്തരം ലിറ്ററേറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇന്തൂസിയാസ്റ്റുകൾ എന്നുള്ളതാണ്. അത്തരത്തിൽ ഹിസ്റ്റോറിയൻസും ഹിസ്റ്ററി എന്തൂസിയാസ്റ്റുകളും അത്തരത്തിലുള്ള ഒരു ലിറ്ററസി, നമ്മളിപ്പോൾ നിയമത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി എന്നൊക്കെ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ഒരു ലിറ്ററസി, ഹിസ്റ്റോറിക്കൽ ലിറ്ററസി ഉണ്ടാക്കിയെടുക്കണം. നമുക്കില്ലാത്തൊരു സാധനം ഇൻഫർമേഷൻസോ നാരറ്റീവ്സോ അല്ല, ഇത്തരം ലിറ്ററസികളാണ്. അങ്ങനെ അത്തരം യാതൊരു സാക്ഷരതയും ഇല്ല അത്തരം വിഷയങ്ങളെ പറ്റി. ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാലമാണെന്ന ആളുകളുടെ ഒരു ധാരണ. ചരിത്രം ഒരിക്കലും ഭൂതകാലമല്ല. ഫാക്ട്സ്, ടൈം ലൈൻ, ഇന്ന അതെ സ്ഥലത്ത് ഇന്ന ദിവസം ഇന്ന സംഭവിച്ചു. അതെ 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 അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല, അങ്ങനെ ടൈം ലൈൻസ് മാത്രമല്ല, ഇവരിപ്പോ ഒരു ചരിത്രത്തെ കഥ പോലെ ഇപ്പൊ ഇന്ന് നമ്മളിപ്പോ ചെയ്യുന്ന പോലെ ചരിത്രത്തെ അല്ലാതെ വായിക്കുമ്പോൾ പോലും ആ എഴുതി വെച്ചിരിക്കുന്നതും ഭൂതകാലമാണെന്ന് വിചാരിക്കുന്നത്. അത് ഭൂതകാലത്തിനകത്തെ നാരറ്റീവ് ആണെന്നും ആ നാരറ്റീവ് ഭാവിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും അത് ഈ നിൽക്കുന്ന മനുഷ്യരോട്, അതായത് അനീതി ലഭിച്ച മനുഷ്യരെ അവരോട് എത്രത്തോളം സത്യത്തോടെ ആ ചരിത്രം പെരുമാറുന്നുണ്ടെന്നും കൂടെ മനസ്സിലാക്കിയാൽ മാത്രം, അത്തരം വിലയിരുത്തലൂടെ നടത്തിയാലേ ഉള്ളൂ നമുക്ക് ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ചരിത്രകാരിയോ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി എന്തൂസിയാസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലൊരു സാക്ഷരത വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു തോന്നൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ആയിട്ടാണ്, അനന്തു എഞ്ചിനീയറിംഗ് അല്ലേ ആദ്യം പഠിച്ചിരുന്നത് അല്ലേ സെയിന്റ് ഗീറ്റ്സിൽ? അപ്പൊ എങ്ങനെയാണ്, മീൻസ് ആ ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മളൊരു ടിപ്പിക്കൽ ഒരു +2 കഴിഞ്ഞപ്പം അച്ഛനമ്മ എഞ്ചിനീയറിംഗിന് പോകണം എന്ന് പറഞ്ഞ് എഞ്ചിനീയറിംഗിന് പോയതാണോ എന്ന പോലെയാണ് ഈ ഹിസ്റ്ററിയോടുള്ള ഈ ഒരു ഹിസ്റ്ററി പഠിക്കണം, ഹിസ്റ്ററി അറിയണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്? അല്ലെങ്കിൽ ആ ഒരു തോട്ട് എവിടുന്നാ വന്നത്? അല്ലെങ്കിൽ എന്താണ് അതിനുള്ള പ്രചോദനങ്ങൾ? ഈ പറയുന്ന അനന്തു പറഞ്ഞത് തന്നെ ഈ എക്സ്പീരിയൻസ്, അനന്തുവിന്റെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ അനന്തുവിന്. അപ്പൊ ആ എക്സ്പീരിയൻസ് എന്താണെന്ന് ഷെയർ ചെയ്യാവോ? പിന്നെന്താ, ഞാൻ ഇപ്പൊ മഞ്ജുവിന് അറിയാമെന്ന് തോന്നുന്നു, ഞാനൊരു പൊയ്കയിലപ്പച്ചൻ ഫോളോവർ ആണല്ലോ. അപ്പോൾ ആ മൂവ്മെന്റിനകത്തുനിന്ന് വരുന്ന ആളാണ്. പക്ഷെ ആ മൂവ്മെന്റിനോട് ഒരുപക്ഷെ ചെറുപ്പം മുതലേ അങ്ങനെ ബന്ധപ്പെട്ട് വന്ന ആളല്ല. അതുമായി ചേർന്നാണ് നിന്നിരുന്നെങ്കിലും
അവരുടെ അത്തരത്തിലുള്ള ഒരു സാധനമായി വളരെ കൃത്യമായി അങ്ങനെ ചേർന്ന് പോകുന്ന ജീവിച്ചു വന്നൊരു ചെറുപ്പമല്ല. ഒന്ന് അച്ഛൻ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനായിരുന്നു, CPM-മായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് അച്ഛൻ അങ്ങനെ ഒരു എല്ലാ സമയത്തും അങ്ങനെ ആ സമയത്തൊന്നും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രവർത്തിച്ചിരുന്നില്ല. കേവലം എന്തെങ്കിലും ഉത്സവം വരുന്ന സമയത്ത്, ഉത്സവം ഇൻ സെൻസ് അവിടുത്തെ ഒരു ഉത്സവം വരുന്ന സമയത്ത് മാത്രം അവിടെയൊക്കെ പോയി കാണുമെന്നുള്ളതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോന്നിരുന്നില്ല. എന്നാൽ എനിക്ക് ഇപ്പൊ ഇതിൽ പാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇതൊരു പ്രായമെങ്കിൽ മാത്രമേ അവർ അതിൽ പങ്കെടുക്കാൻ സമ്മതിക്കുള്ളൂ. പിന്നെ രക്ഷാനിർണയം എന്നാണ്, സനൽ മോഹൻ സാറൊക്കെ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വർക്കിൽ. അപ്പൊ ഈ രക്ഷാനിർണയം എന്ന് പറഞ്ഞ മീറ്റിംഗ് ആക്ച്വലി ഇപ്പൊ ഒരു 3-5 ദിവസമാണ്, ഇപ്പൊ 5 ദിവസമാണുള്ളത്. ഇതിനകത്ത് നമ്മളെ ഹിസ്റ്ററി പഠിപ്പിക്കും അവര്. നമ്മളോട് അവര് റിലീജിയൻസിനെ പറ്റി പല റിലീജിയൻസിനെ പറ്റിയുള്ള നാരറ്റീവ്സ് അവർ പറഞ്ഞു തരും, അവരുടേതായിട്ടുള്ള നാരറ്റീവ്സ് ഉണ്ട്. പിന്നെ ഹിസ്റ്ററിയെ പറ്റിയുള്ള സ്ലേവ് നാരറ്റീവ് അവർ പറയും, സ്ലേവ് നാരറ്റീവും കാര്യങ്ങളും പറയും. അങ്ങനെ പൊയ്യലപ്പച്ചൻ്റെ ഒരു ഹിസ്റ്ററിയെ പറ്റി പറയും. അങ്ങനെ നമ്മളെ യഥാർത്ഥത്തിൽ മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് ഇവർ കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ഇപ്പൊ സ്ലേവ് ഹിസ്റ്ററിയെ പറ്റിയും ഒപ്രഷനെ പറ്റിയും അനാഥത്വങ്ങളെ പറ്റിയും സ്നേഹത്തെ പറ്റിയൊക്കെ ഉള്ള ഒരു പുതിയ ഡെഫിനിഷൻ അവർ അതിനകത്തൂടെ ഒരു നാരറ്റീവായിട്ട് പറഞ്ഞു തരികയും യുക്തിചിന്തയെ പറ്റിയുള്ള, അതായത് വളരെ യുക്തിസഹമായിട്ട് എങ്ങനെയാണ് ഒരു വിഷയത്തെ മനസ്സിലാക്കേണ്ടതെന്നുള്ള ചില രീതികളിലുള്ള ചില നാരറ്റീവുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നാരറ്റീവുകൾക്ക് അകത്തുള്ള ഒരു മീറ്റിംഗ് ആണ്, അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് ആണ്. അപ്പൊ ഇതില് എനിക്കൊരു 16 വയസ്സായപ്പോഴത്തേനും ഞാൻ പങ്കെടുത്തു. എനിക്കിത് ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് ആയിരുന്നു ആക്ച്വലി. അതായത് ഞാൻ അതുവരെ കണ്ട ഒരു ലോകമല്ല പിന്നെ അതിന് ശേഷം നമ്മൾ കാണുന്നത്. നമ്മുടെ ലെൻസ് അങ്ങോട്ട് അവര് മാറ്റും, ലോകത്തെ കാണുന്നത്. നമ്മുടെ എക്സ്പീരിയൻസിനെ പറ്റിയുള്ള തോട്ട് മാറ്റി, നമ്മുടെ ഹിസ്റ്ററിയെ പറ്റിയുള്ള തോട്ട് മാറ്റി, നമ്മുടെ ഒരു സഹജീവികളെ പറ്റിയുള്ള ചിന്തയെ പറ്റിയുള്ള ഒരു തോട്ട് മാറ്റി. അതായത് നമ്മൾ കരുതിയിരുന്ന ക്ലാസിക്കൽ മെയിൻ സ്ട്രീം കൺവെൻഷണൽ സങ്കല്പങ്ങളെയൊക്കെ അവർ ഉടച്ചു വാർത്തു. ഇത് വാർത്തെടുത്ത് പിറ്റേ ദിവസം മുതൽ ഞാൻ എങ്ങനെ ആയെന്നല്ല പറയുന്നത്, അത് ഉള്ളിലുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒന്നും നമ്മളങ്ങനെ എഴുതി ഒന്നും അല്ല പോരുന്നത്, നമ്മൾ പിന്നെ അങ്ങനെ പോരുക. പക്ഷെ അപ്പോഴും ഞാൻ ഈ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അധ്യാപിക, ഇംഗ്ലീഷ് അധ്യാപികയുണ്ട്, ഞാൻ ഇപ്പോഴും മിസ്സിനെ ഞങ്ങൾ വളരെ കോണ്ടാക്റ്റിലുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഞാൻ എഴുതുമെന്ന് പറഞ്ഞത് മിസ്സാണ്, സുവീന മിസ് എന്നാണ്. മിസ് എന്നെ ഒരുപക്ഷെ എനിക്ക് നമ്മളെ ഒരുപാട് ടച്ച് ചെയ്തിട്ടുള്ള, നമ്മൾ ഒരുപാട് ചേർത്ത് പിടിച്ചിട്ടുള്ള ചില ആളുകളുണ്ട്, നമ്മൾ ഒരിക്കലും മറക്കാത്ത ചില പേരുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മിസ് തന്നെയാണ്. അപ്പൊ മിസ്സിനെ ഞാൻ മറക്കത്തില്ല. നമ്മൾ അധ്യാപകർ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണെന്നുള്ള എൻ്റെ ഒരു ഇതുകൂടിയാണ് മിസ് എനിക്ക്. അപ്പോൾ മിസ്സാണ് ഇങ്ങനെ പറയുന്നത് ആദ്യമായിട്ട്. പക്ഷെ ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല. മിസ് എൻ്റെ അടുത്ത് ഒരുപാട് തവണ ലിറ്ററേച്ചർ എടുക്കാൻ പറയാൻ ഞാൻ എടുത്തേ ഇല്ല. എൻ്റെ അടുത്ത് ഒരുപാട് തവണ മിസ് പറഞ്ഞു ലിറ്ററേച്ചർ എടുക്കാൻ, ഞാൻ എടുത്തില്ല. ഞാൻ വീണ്ടും ഈ പിയർ പ്രഷറും, അന്ന് നമുക്കറിയാവുന്ന എല്ലാവരും എഞ്ചിനീയറിങ്ങോ മെഡിക്കലോ ഒക്കെയാണ്, ഡിഗ്രിക്കൊക്കെ പോയ എന്താ സാധ്യതയെന്നോ ഇതൊന്നും ഇങ്ങനത്തെ ഇൻഫർമേഷൻ ഒന്നും നമുക്കില്ലല്ലോ. നമുക്ക് അങ്ങനെയുള്ള ആളുകളെ അറിഞ്ഞൂടാ. നമുക്കറിയാവുന്ന ആളുകളൊക്കെ ഇതിനൊക്കെ പോയിട്ട് അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഒരു എഞ്ചിനീയറിന്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിലൊന്നും അല്ല സമൂഹം അവരെ കാണുന്നത്. അപ്പൊ നമ്മളൊരു പിയർ പ്രഷറിന്റെ പുറത്ത്, എന്റെ വീട്ടുകാർ നിർബന്ധിച്ചിട്ടൊന്നും അല്ല കേട്ടോ പോയത്. ആക്ച്വലി അമ്മയ്ക്കൊക്കെ ഞാൻ ഡോക്ടർ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ ചെറുപ്പത്തിൽ നമ്മളെല്ലാവരുടെയും വീട്ടിൽ പറയുന്ന പോലെ പറയുന്നുള്ള അല്ലാതെ അതൊക്കെയുള്ളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് പോയത്. പക്ഷെ ഞാൻ ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എനിക്ക് അതിനകത്ത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ എല്ലാ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും അല്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസിലുള്ള രാഷ്ട്രീയ ബോധം, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാത്ത, എന്നാ SFIയുടെ ഒക്കെ പാർട്ടായിരുന്ന, നമ്മൾ ഇപ്പൊ പറയുന്ന രാഷ്ട്രീയ ബോധമൊന്നും ഇല്ലാത്ത, സാധാരണ ഒരു അപ്പുറത്തേക്ക് ശകലം പോലും കൂടുതലോ കുറവോ അല്ല, അങ്ങനെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്കൊന്ന് ഈ പലതരത്തിലുള്ള രാഷ്ട്രീയങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നമ്മുടെ ഉള്ളിൽ ഈ സാധനം കിടപ്പുണ്ടല്ലോ, ഈ ഹിസ്റ്ററിയെ പറ്റിയുള്ള സാധനങ്ങളൊക്കെ, ഹിസ്റ്ററിയും നാരറ്റീവുകളെ പറ്റിയുള്ള സാധനങ്ങൾ. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ എന്നെ വ്യക്തിപരമായി ഇങ്ങനെ മാറ്റി ചിന്തിപ്പിക്കാനും, അങ്ങനെ പലതരത്തിൽ മാറ്റി ചിന്തിച്ച് അങ്ങനെ ഞാൻ കോളേജ് പഠനം കഴിഞ്ഞതിന് ശേഷമാണ് സത്യത്തിൽ ചെറുതായിട്ടൊക്കെ എഴുതാൻ തുടങ്ങിയത്. അപ്പൊ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ സ്വയം മാറാൻ തുടങ്ങിയത് എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങി. അങ്ങനെ ചെറുതായിട്ട് മാറി പയ്യെ, അതും ഒരു വലിയ അൺലേണിംഗ് പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അത് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത മലയൊന്നുമല്ല. ഞാൻ കേട്ട ഒരുപാട് ആളുകളുണ്ട്, എന്നെ പറഞ്ഞു തന്ന ആളുകളുണ്ട്, എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുണ്ട്. എനിക്ക് ഇപ്പോൾ ദിനുവിനെ പോലെയുള്ള, മൃദുല ചേച്ചിയെ പോലെയുള്ള, മായ ചേച്ചിയെ പോലെയുള്ള, മാളവിക ചേച്ചിയെ പോലെയുള്ള അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, വിനിലേട്ടനെ പോലെയുള്ള, അങ്ങനെ ഒത്തിരി പേരുണ്ട്, ഉത്തര, അങ്ങനെ എനിക്ക് പറയാനായിട്ടാണ് ഒത്തിരി പേരുടെ പേരുകളുണ്ട്.
അങ്ങനെ പല ആളുകളുമായുള്ള സമ്പർക്കവും പിന്നെ ആ സമയത്ത് ഞാൻ എഴുതി ചെറിയ മാഗസീനിലൊക്കെ ഈ അന്തർധാര എന്ന് പറഞ്ഞൊരു മാഗസീനിൽ ഞാൻ അതിൻ്റെ ഒരു പബ്ലിഷിംഗ് ബോർഡ് മെമ്പറൊക്കെ ആവുകയും പിന്നീട് അവിടുത്തെ ആളുകളുമായിട്ടും അങ്ങനെ എനിക്ക് വ്യത്യസ്ത ആളുകളായിട്ട് സംസാരിക്കാനും പറ്റി ആ സമയത്ത്. പ്രത്യേകിച്ചും സോഷ്യലിസ്റ്റുകളുമായിട്ട്, കമ്മ്യൂണിസ്റ്റുകൾ, മാർക്സിസ്റ്റുകളുമായിട്ട്, എക്സ് നക്സലുകളുമായിട്ട്, അംബേദ്കറൈറ്റുകളുമായിട്ട്, കേരളത്തിന് പുറത്തുള്ള ആളുകളുമായിട്ട്, പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട്, അക്കാഡമിഷ്യൻസും ഏത്തീസ്റ്റും അങ്ങനെ എല്ലാ വിഭാഗങ്ങളോട് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഒരു പക്ഷേ അവരെ കേൾക്കാൻ എനിക്ക് മനസ്സുണ്ടായി, എനിക്കും കേട്ടിരിക്കണമെന്ന് തോന്നി. അങ്ങനെയുള്ള ആ സംസർഗങ്ങളും അങ്ങനത്തെ സമ്പർക്കങ്ങളുമാണ് യഥാർത്ഥത്തിലെ ഒരു പരിധി വരെ എന്നെ ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഈ എക്സ്പീരിയൻസും മുമ്പുണ്ടായിരുന്ന ഈ ഒരു PRDS ലെൻസ് ഉണ്ട്, അപ്പച്ചൻ്റെ ഒരു പഠനത്തിൻ്റെ ഒരു ലെൻസ് ഉണ്ട്. ഈ സാധനമാണ് യഥാർത്ഥത്തിൽ എന്നെ ഹിസ്റ്ററിയിലേക്ക് കാര്യമായി എത്തിച്ചേരണം എന്ന് ചിന്തിച്ച്. അപ്പോഴും ഞാൻ നാട്ടിലെ പഠനമൊക്കെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാൻ പുറത്തു പോയി പഠിക്കുന്നതിനെ പറ്റി കാര്യമായി ചിന്തിക്കുന്നത് ഒരു ദിവസം ഞാനും വിനിൽ പോൾ, ഡോക്ടർ വിനിൽ പോളും, CMS കോളേജിലെ സാറല്ലേ? അദ്ദേഹം ഇപ്പോൾ ഫാത്തിമ മാതയിലാണ് ഹിസ്റ്ററി അധ്യാപകനാണ്. അപ്പോൾ വില്ലേട്ടൻ ഞാനോട് ഒരു പ്രോഗ്രാമിന്, എനിക്കറിയാം സാറിന്റെ മറ്റേ മാതൃഭൂമിയിലെ ഫോട്ടോ ഞാൻ അതെ സ്ഥിരം ഫോളോ ചെയ്യുന്ന. അപ്പോൾ ഞാനും വില്ലേട്ടനും കൂടെ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒരു പരിപാടി ഗസ്റ്റ് ആയിട്ട് ആലുവയിൽ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ബസ്സിന് വരിക. അപ്പോഴിങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഹിസ്റ്ററിയിലെ ഓരോ അക്കാഡമിഷ്യൻസിന്റെ ഇടയിലുള്ള നാരറ്റീവുകളെയൊക്കെ പറ്റിയൊക്കെ പറഞ്ഞു. അങ്ങനെ വില്ലേട്ടനാണ് പറയുന്നത്, എടാ നീ ഇങ്ങനെ നടന്നാൽ പറ്റത്തില്ല, നമുക്ക് പുറത്തു പോകണം, ഞാനും നോക്കുന്നുണ്ട്, ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് വന്ന് നമുക്ക് പുറത്തു നോക്കാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ശരിക്കും ഞാൻ കാര്യമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഹിസ്റ്ററിയിൽ ഓൾറെഡി നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് എഴുതുന്നൊക്കെ ഉണ്ടായിരുന്നു, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് അക്കാഡമിക്കലി പഠിക്കുന്നുണ്ട്. ഞാനപ്പം ഇഗ്നോന്ന് ഹിസ്റ്ററിയിൽ പഠിക്കുകയും ചെയ്തു, ഇഗ്നോന്ന് എടുക്കുകയും ചെയ്തു ഹിസ്റ്ററി. അപ്പോൾ പിന്നീട് അങ്ങനത്തെയാണ് ഞാൻ പിന്നെ ജർമ്മനിലേക്ക് വന്നത്. പിന്നെ ഞാൻ ജർമ്മനിലേക്ക് ഞാൻ ആദ്യം ചോദിച്ചതിൻ്റെ ബാക്കിയായിട്ടൂടെ പറയാം. ഈ ജർമ്മൻ ആർക്കൈവ്സ് അത്ര പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, ഒരുപക്ഷെ അത്ര ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല എന്നല്ല, ആ നിലയിലെ ബ്രിട്ടീഷ് ആർക്കൈവ്സ് എടുത്തിരിക്കുന്ന പോലെ. ഇപ്പോൾ വിനിൽ പോളൊക്കെ മാതൃഭൂമിയിൽ കൊണ്ടുവന്ന ഫോട്ടോസ് എല്ലാം ഇവിടുന്നുള്ള ഈ ജർമ്മനിയിൽ നിന്നുള്ള ഫോട്ടോസാണ്. പിന്നെ അങ്ങനെ കുറെ ഹിസ്റ്ററി, പിന്നെ ഈ നാസി ഭരണകാലത്ത് ഈ ഹിറ്റ്ലറിന്റെ ഒക്കെ ഈ റേഷ്യൽ സുപ്പീരിയോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവർ ലോകത്ത് എല്ലായിടത്തോട്ടും ആന്ത്രോപോളജിസ്റ്റുകളെ വിടുകയും ഒരു ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർ കുറേ റിസോഴ്സസ് ഒക്കെ എടുത്തിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൂടെ ചേർത്താണ് ഞാൻ ജർമ്മനിയും കൂടെ പ്രധാനമായിട്ട് ചൂസ് ചെയ്തത്. അങ്ങനെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്പേസുകളെ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൂടെയാണ്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഹിസ്റ്ററിയിലേക്ക്, ഇത്തരം ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്ന. ഒരു അപ്പച്ചനെ അത്തരം ആ PRDSനകത്ത് ആ മീറ്റിങ്ങിന് ശേഷം ഉണ്ടായ പാട്ടുകളും പിന്നീട് ഈ പറയുന്ന കോൺവെർസേഷൻസും മറ്റു പലരുമായി നടത്തിയ പല വിധത്തിലുള്ള സമ്പർക്കങ്ങളും ഒക്കെയുള്ള എക്സ്പീരിയൻസുകൾ ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. ഇതായിട്ട് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ചോദ്യം ചോദിക്കട്ടെ, മിസ് ചെയ്യാറുണ്ടോ കേരളവും വീടും? ഹോം സിക്നെസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ടോ? ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു. എനിക്ക് കണ്ടെത്തി പോകണം എന്ന് പറയാം. അതായത് നമ്മൾ ഈ നാട്ടില് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന കണ്ടെത്തി പോവാന്ന് പറയുന്നത്, ചില സ്ഥലങ്ങളിൽ പാടത്ത് പോയി കളിക്കുന്നൊക്കെ പറയാം. അപ്പൊ എനിക്കപ്പോ ഇപ്പൊ പോയി കളിക്കണം എന്നും തോന്നുക. അതായത് നമ്മളിങ്ങനെ നമുക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളോടും ഉണ്ട്. നാട് നമ്മള് രാഷ്ട്രീയമായോ എന്തൊക്കെ കൊണ്ടോ നമ്മളാണ് നാട്. നമ്മൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതാണോ എന്ന് നമുക്ക് എല്ലാത്തിനോടും ഒരു സംശയമുണ്ട്. ആ സംശയം ഒരിക്കലും ഇല്ലാതെ ചിന്തിക്കാൻ പറ്റിയിരുന്ന നാട്ടിൽ മാത്രമാണ്. നാട്ടിൽ നമുക്ക് വൈകുന്നേരം ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ റൂട്ടിൽ ഇറങ്ങി നമുക്ക് നടക്കാം, അതിലേ നടക്കാം. നമ്മൾ വേറെ ഒന്നും, നമുക്കിപ്പോൾ ചിലപ്പോൾ ആളുകൾ എന്തെങ്കിലും നോക്കുമെന്നുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഇവിടെ വരുമ്പോൾ മാത്രം മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ വരുമ്പോൾ മാത്രം നമ്മൾ തിരിച്ചറിയുന്ന ചില പുതിയ ആലോചനകളുണ്ട്. ആ ആലോചനയാണ് ഇതിലെ പോകുന്ന സമയത്ത് അയാൾ എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയുമായിരിക്കും. അതായത് എനിക്കിവിടെ പോയി, അതായത് എനിക്കൊരു ഓഫീസിൽ ചെന്നിട്ട്, ഇപ്പൊ നാട്ടിൽ നമുക്ക് മുനിസിപ്പാലിറ്റി പോയിട്ട് ധൈര്യമായിട്ട് ചോദിക്കാം ഇത് എന്റെ സാധനം എവിടെയെന്ന് ചോദിക്കാം. ഇവിടെ സിറ്റിയിൽ ചെന്നിട്ട് ഇത് ചോദിക്കാൻ പറ്റുമോന്ന് ഞാൻ 10 തവണ ആലോചിച്ചിട്ട് ഞാൻ ChatGPT ചോദിക്കാം ഇത് ചോദിക്കാൻ പറ്റുമോന്ന്. പിന്നെ എന്തോ ഒരു അതും ഇല്ലേ, ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ് എടുക്കലോ അങ്ങനെ എന്തോ ഒരു സംഭവം ഇല്ലേ? അതായത് നമുക്ക് പെട്ടെന്ന് പോയി ഹോസ്പിറ്റലില് അങ്ങനെ എന്തോ ഇല്ലേ? ഞാൻ ഫ്രണ്ട്സ് വഴി കേട്ടിട്ടുള്ളതാട്ടോ. അങ്ങനെ എന്തൊക്കെ ഇല്ലേ?
ആ അതെ അതെ, നമുക്കിപ്പോ ഒരു വലിയ പാടുള്ള അസുഖമൊന്നും അല്ലാന്നുണ്ടെങ്കിൽ അവര് പോയി അവര് അപ്പോയിന്റ്മെന്റ് ഒക്കെ തരും. ആ അപ്പോയിന്റ്മെന്റിന് ചെല്ലാൻ പറ്റുള്ളൂ. നമ്മുടെ കാലൊടിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടായിരിക്കണം. ഉം. ഓ മനസ്സിലായില്ലേ? നമ്മൾ ബോധമില്ലാതൊക്കെ ഇവിടെ പോകണമെന്ന് എനിക്ക് നമുക്കൊരു തോന്നുന്നത്. ചെറിയ പനി ചെറിയൊരു തുമ്മല് ആ വന്നാൽ നമുക്ക് ഹെൽത്ത് അപ്പൊ സെന്റേഴ്സിൽ പോവാം. നമുക്ക് ജില്ലാശുപത്രി പോവാന്നേ. കോട്ടയത്തൊക്കെ ആണെങ്കിൽ നേരെ അതെ ജില്ലാശുപത്രിയുടെ ഓട്ടോ അതെ വിളിച്ച് അതെ ചെല്ലുക. അവിടെ തൊട്ടടുത്തുള്ള എന്നെ ഇപ്പൊ ഹെൽത്ത് ചികിത്സ സെന്റേഴ്സിൽ പോവാം, ജില്ലാശുപത്രി പോവാം നമുക്ക്. നമുക്ക് എന്നിട്ട് നമ്മളവിടെ ഡോക്ടർമാരെ ചീത്ത പറഞ്ഞ് ആലോചിക്കണം. നമ്മൾ അവിടുത്തെ ഡോക്ടർമാരെ കത്തിക്ക് കുത്താൻ ചെല്ലുക. എവിടെ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തെന്ന് ചോദിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഇപ്പം ഞാനിവിടെ വിദ്യാർത്ഥിയായിട്ട് വന്നതിന് ശേഷം ഹൗസ് ഡോക്ടറിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിപ്പോ ഒരു ക്ലിനിക്കിൽ ചെന്നിട്ട് എനിക്ക് ചിലപ്പോൾ അവർ പറയും ഇവിടെ ഇതില്ല. അതായത് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഡോക്ടർമാർ എല്ലാവരും എടുക്കുമായിരിക്കും. നിങ്ങൾ എല്ലാവരും പോരും. അതിൽ പല മോണിറ്ററി ആയിട്ടുള്ള കാരണങ്ങളൊക്കെ കാണുമായിരിക്കും. അതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇവിടെ പക്ഷെ അവർക്ക് അതൊന്നും പറ്റത്തില്ല. അവർ പറയുന്നത് എനിക്ക് രോഗികളുണ്ട്, എനിക്കിനി രോഗികളെ വേണ്ട. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പൊക്കോണം. അങ്ങനെ ഹൗസ് ഡോക്ടർ വേണം നമുക്ക് ആ ഡോക്ടറിനെ, പിന്നെ നമുക്ക് എന്തെങ്കിലും വന്ന ആ ഡോക്ടറിനെ എടുത്ത് ചെല്ലണം. ആ ഡോക്ടർ നമുക്ക് റെഫർ ചെയ്യണം. ഇപ്പൊ എനിക്ക് സൈക്കോളജിയിലാണ് കാണിക്കേണ്ടത്, പക്ഷെ എനിക്ക് ഹൗസ് ഡോക്ടറിന്റെ അടുത്ത് പോകണം. ഹൗസ് ഡോക്ടർ പറയാം ഇയാളെ സൈക്കോളജിയിൽ കാണിക്കണം എന്ന് പറഞ്ഞ് റെഫർ ചെയ്ത് തന്നാൽ മാത്രമേ എനിക്ക് ഏതെങ്കിലും ഒരു സൈക്കോളജി പോകാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഡിക്കൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും നാട്ടിലാട്ടോ നാട്ടിലാണ് എന്നെ better. സംബന്ധിച്ച്. പിന്നെ ഞാൻ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചു. ഫുഡ് മിസ് ചെയ്യാറുണ്ടോ? ഫുഡ് ഉണ്ട്, യെസ്, അതുണ്ട്. ഞാനേ ലെഫ്റ്റ് ഹൗസിങ് താമസിക്കുന്നതിന്റെ വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മന്ത്ലി ഭക്ഷണത്തിനകത്ത് എല്ലാവരും കൂടെയാണ് പൈസ ഇടുന്നത്. അപ്പൊ ഇവിടെ പൊതുവിൽ എല്ലാവരും ഒരു വീഗൻ പൊളിറ്റിക്സും വെജി പൊളിറ്റിക്സും ആണ്. ഇവിടെ ആകെ മീറ്റ് കഴിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന ഇഷ്ടംപോലെ പൈസ അതുകൊണ്ട് ഇത് ഞാൻ കയ്യിൽ നിന്ന് ഒരു മാസം ഇത്ര ഒരു വകയിരിപ്പുണ്ട്. അപ്പൊ ഞാൻ ആവശ്യത്തിന് സാധനമൊക്കെ മേടിച്ച് ഞാൻ നന്നായിട്ട് നാട്ടിലെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നാട്ടിൽ സദ്യ കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഭക്ഷണം, ഒരു ബിരിയാണി നാട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു കുഴിമന്തി കഴിക്കുന്ന പോലെ, വീട്ടിൽ നിന്നൊരു ചോറും കുറച്ച് പുളിശ്ശേരിയും മീൻകറി മീൻചാറും ഒഴിച്ച് കഴിക്കുന്ന ആ രുചി അത് ഉറപ്പായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. അയ്യോ മനസ്സിലായി. ഇത് ഭയങ്കര റിലേറ്റബിൾ ആണ് കേട്ടോ അനന്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നമുക്ക് മഞ്ജുമിസിന് അറിയണ്ടായിരിക്കും, നമ്മൾക്ക് നമ്മുടെ നാടിനോട് തോന്നുന്നത് അത് എനിക്ക് അറിയില്ല. ഞാനിങ്ങനെ എന്നെ തന്നെ അനലൈസ് ചെയ്യുമ്പോഴേ, ഇപ്പൊ നമ്മൾ പുറത്ത് പോയി, ഞാൻ പറയണ ഇപ്പൊ ഞാൻ മഞ്ജുമിസ് ആയാലും ഞാനായാലും ഞാൻ PhD ചെയ്യുന്ന സമയത്ത് എനിക്ക് നമ്മുടെ നാടിനോട് ഒരു ആക്രാന്തം പോലെ വരും. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ലൈക് നമ്മളുടെ നാടിനോട് ഒരു വല്ലാത്തൊരു അത്രയ്ക്കൊന്നും ഇല്ല. ലൈക് ഞാൻ പറയണ, ഞാൻ എന്റെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ മോശമാക്കി പറയുന്നതല്ല, പക്ഷെ വേറൊരു സ്ഥലത്ത് മാറി നിൽക്കുമ്പോ പല കാര്യങ്ങളുടെയും വാല്യൂ നമുക്ക് മനസ്സിലാകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞ ലൈക് പോകുന്ന വരെ നമുക്ക് തോന്നുമായിരിക്കും ഓക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണ്, പക്ഷെ പോയി കഴിയുമ്പോഴാണ് ഞാൻ പറയണേ, ചിലപ്പോ അവിടുന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഭയങ്കര ഹ്യൂജ് ആയിരിക്കാം കേട്ടോ. നമ്മളിപ്പോ പാറി നിൽക്കുന്ന സ്ഥലത്ത് കിട്ടുന്ന ബെനിഫിറ്റ്സും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന, നമ്മൾ അവിടെ പല കാര്യങ്ങളും വിചാരിച്ചിട്ടാണല്ലോ പോകുന്നുണ്ടാവുക. പക്ഷേ സംവേ ഓർ അതർ എനിക്ക് അനന്ത് പറഞ്ഞ ആ പോയിന്റ് ആണ്, നമ്മള് നാടാണ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യം. മഞ്ജുമിസിന് അത് തന്നെയായിരിക്കും. അതെ 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 സ്വാതി. നമ്മള് പിന്നെ പുറത്തൊന്നും പോയി നിക്കാത്ത നമ്മളിപ്പോഴും നാട്ടിലായതുകൊണ്ട് നമ്മള് പിന്നെ നമുക്ക് തൃശ്ശൂര് തീവ്രമായിട്ട് അത് ഫീൽ ചെയ്യുന്നില്ല എന്നതേ ഉള്ളൂ. അല്ല അതെ, ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ നാഷണലിസം എന്ന് പറയുന്നത് അതൊരു ചോര തിളക്കണ ഞരമ്പുകളിൽ നിന്നൊക്കെ പറയുന്നതിനോട് ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ആളൊന്നുമല്ല. അത്ര അൾട്രാ നാഷണലിസ്റ്റ് അല്ല. പക്ഷേ ഞാൻ നാഷണലിസ്റ്റ് അല്ലെന്ന് മാത്രമല്ല, ഞാൻ ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ നാഷണലിസ്റ്റ് പൊളിറ്റിക്സിനെ ഭയങ്കര വിമർശിക്കുന്ന ആളുമാണ്. പക്ഷേ ഉണ്ടല്ലോ, എനിക്കത് വിവരിച്ചു തരാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ കൾച്ചറിനെ പറ്റി പറയുമ്പോഴേ, നമ്മൾ ഈ കാസ്റ്റിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയൊക്കെ പറയുമ്പോഴാണ് ഈ കൾച്ചർ എന്ന് പറയുന്നത്, ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ അമ്മ മുലയൂട്ടുമ്പോൾ മുതൽ ആ കൾച്ചർ ഊട്ടുന്നെന്ന് പറയാറുണ്ട്. അവിടെ നിന്ന് തുടങ്ങുവാണ് ആ കുട്ടിയുടെ കൾച്ചർ. ഒരു അമ്മ മുലയൂട്ടുന്ന രീതി പോലും വളരെ കൾച്ചറലി ഡൈവേഴ്സ് ആയിട്ട് നിൽക്കുന്ന അവിടുന്ന് തുടങ്ങും ആ ഡിഫറൻസ്. അപ്പോ അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ നാടുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം. അത് നമുക്ക് തിയറികൾക്കകത്ത് ഒരിക്കലും അടുക്കി വെച്ച് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാക്ക് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് ഉണ്ടാക്കണം. ജർമ്മനിയിൽ അങ്ങനെ പല സാധനങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന കോയിൻ ചെയ്യണം. ജർമ്മനിയിൽ അങ്ങനെ കുറെ ഇവര് കോയിൻ ചെയ്യുന്ന ആളുകൾ അവിടെ അല്ല. പല സാധനങ്ങൾക്കും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇവർക്ക് വാക്കുകളുണ്ട്.
അപ്പം ഈ ഫെനമെനോളജി പോലുള്ള വാക്കൊക്കെ ഉണ്ടല്ലോ, ഫെനമെനോളജി, ഈ വാക്ക് കോയിൻ ചെയ്ത ആള് താമസിക്കുന്ന എന്റെ വീടിന് തൊട്ടടുത്തായിരുന്നു കേട്ടോ. അദ്ദേഹം ഇപ്പോഴല്ല ഇപ്പോഴല്ല അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇവിടെ തൊട്ടടുത്താ. ജീവിച്ചിരുന്ന കാലത്ത്. ഓക്കെ ഓക്കെ. അത് ഇപ്പൊ കോയിൻ ചെയ്തല്ല. ഫിനോമിനോളജിക്കൽ സ്റ്റഡിയില് കുറച്ചു കാലം ഫിനോമിനോളജിക്കൽ സ്റ്റഡി നടത്താനായിട്ട് കുറച്ചു കാലം കഷ്ടപ്പെട്ട് നടന്നിരുന്ന ആളാണ് ആണല്ലേ? ഞാൻ. അതുകൊണ്ട് അതെ അതെ. ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഈ നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ സാധിക്കാത്ത നമ്മളും നമ്മൾ ജീവിച്ച നാടുമായിട്ടൊരു നൂൽബന്ധമുണ്ട്. അത് ഈ മെട്രിക്സ് സിനിമയിൽ നമ്മളൊരു ഇതിനകത്ത് കിടന്നിങ്ങനെ ഇങ്ങനെ കുത്തിവെക്കുന്ന വയറുകൾ കുത്തിവെച്ചിരിക്കുന്ന പോലെ നമ്മുടെ ശരീരഭാഗങ്ങളും നമ്മൾ ജീവിച്ച നാടും മണ്ണും കാറ്റും ചുറ്റുമുള്ള മനുഷ്യരുമായിട്ട് ചേർത്ത് വെക്കുന്ന ചില വള്ളികളുണ്ട്. അത് അത് അവിടവുമായി മാത്രം സിങ്ക് ആവുന്ന ചില വള്ളികളാണ്. അത് മറ്റെവിടെയെങ്കിലും പോയാൽ അതേ നിലയിൽ സിങ്ക് ആവില്ല. ഇനി ഒരു പക്ഷെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാലും ആ വള്ളി അതേപോലെ സിങ്ക് ആവണമെന്നില്ല. കാരണം ഞാൻ പോയതുപോലെ അല്ല ഞാൻ തിരിച്ചു വരുമ്പോ നാട്. ആ നാടിലെ ഞാൻ അവിടുന്ന് വിട്ടു പോന്നപ്പോൾ അവിടുന്ന് മാറിയിട്ടുള്ള ഒരു ചെറിയ മണൽത്തരി പോലും അതിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ ഇനി അത് കുത്താൻ പറ്റത്തില്ല. ഞാൻ ഇനിയിപ്പോ അവിടെയും ഇവിടെയും അപരനാണ്. ശരി, അപര ജീവിതത്തിലാണ്. ആ ഒരു ചോദ്യം പറഞ്ഞപ്പോഴാണ് നമ്മളെപ്പോഴും എഗെയിൻ ഈ നമ്മൾ പഠിപ്പിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോ പറയുന്ന ഒരു കാര്യമാണല്ലോ ഈ ഡെലേമ നമുക്ക് വരല്ലോ. അതായത് ഇപ്പൊ നമ്മൾ എവിടെയാണ് ശരിക്ക് ആ വി എന്ന് പറയുന്ന ഒരു സാധനം. അതായത് ഇപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ സത്വം, ഇപ്പൊ അനന്ത് പറഞ്ഞ പോലെ നമ്മുടെ സത്വം എവിടെയോ നമ്മൾക്ക് നാടായിട്ട് ചേർന്നോ, അല്ലെങ്കിൽ നമ്മൾ ജനിച്ച എവിടെയാണോ, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ. പക്ഷെ എന്നാ നമ്മളായിട്ട് ഇപ്പൊ അനന്തു, എനിക്ക് ഉറപ്പാണ് അനന്തു ജർമ്മനിയിൽ പോയി അനന്തുവിൻ്റെതായിട്ടുള്ള ഒരു സത്വം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ലൈക്ക് യു മൈറ്റ് ഹാവ് ക്രിയേറ്റഡ് യോർ ഓൺ ഒരു എസൻസും അനന്തുവിൻ്റെതായിട്ടുള്ള ഒരു ലൈഫ്. അത് സ്വാതി, അതൊരു ക്രിയേറ്റിംഗ് പ്രോസസ് അല്ലേ? അതൊരു നമ്മൾ ഓരോ ദിവസവും ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു കണ്ടിന്യൂയിങ് പ്രോസസ് അല്ലേ അത്? ആണ്. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അതൊരു ഡെലേമ എപ്പോഴെങ്കിലും വരാറുണ്ടോ? അതാണ് ഇപ്പൊ മഞ്ജുമസ് ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് അത് ലീഡ് ചെയ്യണത്. അതായത് അവിടെ ലൈക്ക് ഹോം സിക്നെസ് പോലെ അല്ല ഞാൻ ഉദ്ദേശിക്കണേ. ലൈക്ക് ശരിക്കും അതാണോ വേണ്ടത് അല്ലെങ്കിൽ ഇതാണോ വേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു ഡെലേമ നമുക്ക് വരാൻ ചാൻസ് ഉണ്ടോ? യഥാർത്ഥത്തില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാകും. അതായത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കുത്തിവെച്ചു എന്നൊക്കെ പറയുമ്പോഴേ, അങ്ങനെ നമ്മളെ ഒരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റിക്കകത്ത് നിലനിർത്തുന്ന ഈ പിൻകാലത്തുണ്ടായി വന്ന പല സാമൂഹ്യ രാഷ്ട്രീയ വികാസങ്ങളാണ്. നാഷണലിസമായിട്ടും രാജ്യമായിട്ടും അങ്ങനെ പല പുതുതായി വികസിച്ചു വന്ന സ്റ്റേറ്റിന്റെ പല പുതിയ സങ്കല്പങ്ങളും, അങ്ങനെ പല വിധത്തിലുള്ള സങ്കല്പങ്ങളാണ് നമ്മളെ ഒരു പക്ഷേ അങ്ങനെ തന്നെ ചിന്തിപ്പിക്കുന്നത്. എനിക്ക് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റൊരാളെ ഒരു ഇന്ത്യക്കാരനെ പോലെ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ, അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് പുറത്തോ, അങ്ങനെ പല തരത്തിലുള്ള വേർതിരിവുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ. അങ്ങനെ പുറത്തുള്ള മനുഷ്യരെ അതേപോലെ കാണാൻ പറ്റാത്ത അത്തരം ഒരു കംഫർട്ട് സോൺ. ഇപ്പൊ നാട്ടിൽ നമ്മളൊരു ഒരു കോളനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പല അടുത്ത് താമസിക്കുന്ന ആളുകൾ ഒരേ കമ്മ്യൂണിറ്റിക്കാരായിരിക്കും. അവർക്ക് എപ്പോഴും ഈ കംഫർട്ട് സോൺ ഭയങ്കര പ്രധാനമാണ്. ഈ കംഫർട്ട് സോണിന്റെ പുറത്ത് പോയിട്ട്, അതായത് ഇവരുടെ ഭാഷയ്ക്കകത്തത് പ്രതിഫലിക്കും. അതായത് അവിടെ ചെന്നിട്ട് നമ്മളുണ്ടല്ലോ, നമ്മളിങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റേ കൂട്ടരുണ്ടല്ലോ എന്നൊക്കെ പറയാൻ പറ്റണം അവർക്ക്. ഇവരുടെ ഭാഷയൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ ഭാഷയും അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങളെ ഇങ്ങനെ പല ഇമാജിനേഷൻസിനകത്ത് കുരുക്കി നിർത്തുന്ന പോലെ അങ്ങനെ പല തിയറികളും വികസിച്ചു വന്ന രാഷ്ട്രീയ സാമൂഹ്യ ഭാവനകളും ഒക്കെ നമ്മളെ ഹിൻഡർ ചെയ്തിട്ടുണ്ട്. ആ ഹിൻഡറിങ് ഇവിടെയും പ്രതിഫലിക്കും. അതൊരു ഡിലമ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഭയങ്കര ഫ്ലൂയിഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. ഇപ്പൊ നേരത്തെ മഞ്ജു പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെയാണോ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചിന്തിച്ചതിന്റെ ഒരു ഭാഗമായിരിക്കും അത്, പ്രധാനപ്പെട്ട ഒരു ഭാഗമൊക്കെ ആയിരിക്കും അത്. പക്ഷേ നമ്മൾ ഒരു വളരെ ഫ്ലൂയിഡായി മാത്രം പോകാൻ, ഒരു കള്ളികളിൽ മാത്രം നിറയ്ക്കാൻ പറ്റുന്ന മനുഷ്യരല്ല. ഇപ്പൊ എനിക്ക് ഇവിടെ വന്ന് ഇവിടെയുള്ള മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് വംശങ്ങളിൽ നിന്നും ഒക്കെ വരുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ പറ്റുമ്പോഴും, ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴും, അവരുടെ ചിന്തകളെയും കൂടെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ ചിന്തിച്ചതിന് മാറ്റം ഉണ്ടാകാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വിഷയത്തെപ്പറ്റി മനസ്സിലാക്കിയിരുന്നത് ഇങ്ങനെയാണെങ്കിൽ, നമ്മൾ രാജ്യത്തിന്റെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള സമാനമായ വിഷയങ്ങളെ ആ മനുഷ്യരെ എങ്ങനെ കണ്ടുവന്നു, അതിനെ എങ്ങനെ അവർ നേരിട്ടു എന്നും അതിനെ തിരിച്ചറിഞ്ഞു എന്നും അതിനെ അതിജീവിച്ചു എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ ഇതിനെ കണ്ടതിനെ നമ്മൾ വീണ്ടും മാറ്റി കാണാൻ തുടങ്ങും. കാരണം അവരുടെ ഒരു നോളജും അറിവും അവരുടെ എക്സ്പീരിയൻസും നമുക്ക് കിട്ടി.
അപ്പോൾ Exactly. ആ എക്സ്പീരിയൻസ് കിട്ടുന്ന സമയത്ത് പോലും നമ്മൾ പിന്നെയും ഒരു ഇമാജിനേഷൻ അകത്തേക്ക് വരാൻ ശ്രമിക്കും. നമ്മുടെ ഇമാജിനേഷൻ അകത്ത് എത്തിച്ച് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും വീണ്ടും നമ്മൾ ആലോചിക്കുന്നത്, നമ്മുടെ ഒരു സാധനത്തെ. അത് പ്രശ്നമൊന്നുമല്ല, അത് പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ ഇവിടെ നേരിടുന്ന ബുദ്ധിമുട്ടോ നമ്മൾ നേരിടുന്ന സന്തോഷങ്ങളോ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തുതരം വികാരമാണെങ്കിലും അത് മറ്റൊന്നാണ്, അവർക്ക് ഒരിക്കലും ഉള്ളതല്ല. കാരണം അവരുടെ എക്സ്പീരിയൻസും നമ്മുടെ എക്സ്പീരിയൻസും ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആണ്. അവരുടെ ആ ഒരു ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കോർ ഒരു എന്താ പറയാ ഒരു പർപ്പസ് എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് അല്ലെ നമ്മുടെ ഒരു അതെ അതെ ഒരു പർപ്പസ്, അതിലേക്ക് നമ്മൾ അവരിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ പർപ്പസിന് വേണ്ടി നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ ഹെൽപ്ഫുൾ ആക്കാം എന്ന് ആലോചിക്കുന്നു അല്ലേ. അതെ 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 നമ്മൾ യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ വളരെ ഫ്ലൂയിഡ് ആയ ഒരു ജീവിതവും ആ ഫ്ലൂയിഡ് ആയ ജീവിതത്തിനകത്ത് തന്നെ വളരെ ഇപ്പോൾ ഫലകേന്ദ്രിതമായ ഒരു ജീവിതം കൂടെ നയിക്കുന്നുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടെ ഗ്ലോബലായി ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതേ സമയത്ത് ഞാൻ ചിലപ്പോൾ സംസാരിക്കുന്ന വിഷയം ചിലപ്പോൾ ഒരു സ്ഥലത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ നമ്മൾ ഷെയർ ചെയ്യുന്ന ഭക്ഷണം പോലും, ഇപ്പൊ ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻകാർക്ക് ബ്രെഡ് മാത്രമേ ഉള്ളൂ. അവരുടെ ഒപ്പം എനിക്ക് സഹവസിക്കുന്ന സമയത്തും എൻ്റെ കൾച്ചറലായിട്ടുള്ള എക്സ്പീരിയൻസ് മറ്റൊന്നായതുകൊണ്ട് അതിനോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുമുണ്ട് ആ നിലയിൽ. അപ്പോൾ ഒരേ സമയത്ത് ഫ്ലൂയിഡായും അതേ സമയത്ത് മറ്റേ രീതിക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു പുതിയ തരം ഒരു ജീവിതത്തെ സാധ്യമാക്കുന്നുണ്ട്. അതൊരു പക്ഷേ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ഐഡന്റിറ്റിയുടെ ക്രിയേഷനായി അവതരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ചിലപ്പോൾ അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്ന്. ഇപ്പം നമ്മൾ ഈ ഭാഷയ്ക്കകത്താണല്ലോ എല്ലാത്തിനും പ്രധാനം. പണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊരു സാധനമല്ല പറയാറുണ്ട്, ഈ ഒരു 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 50 ഒന്നും വേണ്ടെന്നേ 20 വർഷത്തിന് മുന്നേ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ വാക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്ന് വെച്ചോ, നമ്മുടെ വീട്ടില് നാട്ടില് ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ കോട്ട് ആൻഡ് കോട്ട് സ്ത്രീയെ അവരുടെ ഭർത്താവ് അടിക്കുന്നു. അപ്പോ ഈ അടിക്കുന്ന സമയത്ത് ഇവര് പറയുന്ന ചേട്ടനല്ലേ, വീട്ടുകാര് പറയുന്നു ഭർത്താവല്ലേ അടിക്കാം. അപ്പൊ ഇവര് ചിലപ്പോ ഒരു ബുദ്ധിമുട്ടായിരിക്കും പറയുന്നത്. പക്ഷെ ഈ ബുദ്ധിമുട്ടിനെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല, കാരണം ഇത് കൺവേ ആകുന്നില്ല. ഇവരെന്നെ അടിച്ചു എന്ന് പറയുമ്പോൾ ഭർത്താവല്ലേ അടിച്ചു എന്ന് പറയാം. പക്ഷെ ഡൊമസ്റ്റിക് വയലൻസ് എന്ന വാക്ക് വന്നതിന് ശേഷം ഒന്നും പറയണ്ട, എന്നെ ഡൊമസ്റ്റിക്കലി അബ്യൂസ് ചെയ്യുന്നു, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും ഈ എക്സ്പീരിയൻസ് അങ്ങോട്ട് എത്തുന്നുണ്ട്. അത് ഭാഷയുടെ ഒരു ക്രിയേഷൻ. അത്തരത്തിൽ വാക്കുകളോ ഭാഷകളോ ചിന്തകളോ അത്തരത്തിൽ രീതിയിൽ വികസിപ്പിച്ച് ഒരു ഭാഷാരൂപമായിട്ടോ ഒരു വാക്കായി വികസിപ്പിക്കുന്നിടത്തോളം കാലം ഡിലമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതായത് എനിക്ക് തോന്നുന്നില്ല, വ്യക്തിപരമായി തോന്നുന്നില്ല. കാരണം എനിക്കങ്ങനെ ഡിലമയില്ല, ചിലപ്പോൾ മറ്റൊരാൾക്ക് ഉണ്ടാവാം കേട്ടോ. ഈ ഒരു ഫ്ലൂയിഡിറ്റിയെ അതോടൊപ്പമുള്ള അതായത് ലോകത്തെ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിറ്റി അതേ സമയത്തുണ്ടായ പ്രാദേശികമായിട്ടുണ്ടാകുന്ന ഒരു ഇമാജിനേഷനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സാധനമായിട്ട് മാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുമിച്ച് രണ്ടും കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രശ്നമില്ല, ആ ഒരു ഡിലമയില്ല. ഡിലമയല്ല അത് എന്തായാലും. അതൊരു എക്സ്റ്റെന്റ് വരെ അനന്തു നമുക്ക് ആ ഏജൻസി ഉള്ളത് കൊണ്ടാണോ? ഇപ്പൊ ഒരു എക്സ്റ്റെന്റ് വരെ അനന്തുവിന്റെ ഒരു ഏജൻസി ആണല്ലോ അനന്തുവിന് ഇവിടെ നിക്ക എന്നുള്ളത്. അപ്പൊ ഒരു ഏജൻസി ഇല്ലായ്മ ഒരു മനുഷ്യന് വരാണെന്ന് വെക്കും. ഞാൻ കുറച്ച് ഒരു ബ്രോഡർ കോണ്ടെക്സ്റ്റിലാ ചോദിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കൊരു ഏജൻസി ഇല്ലായ്മ വരുന്ന ഒരു സമയത്ത് നമ്മള് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോ നമുക്ക് അപ്പോഴായിരിക്കും, ഞാനൊരു ഡൗട്ട് പോലെ ചോദിക്കണം, അപ്പോഴാണോ ഒരു മനുഷ്യന് ഈ പറയുന്ന ഒരു വല്ലാത്തൊരു ഐഡന്റിറ്റി ക്രൈസിസ് വരുന്നുണ്ടാവാ ഒരു ഏജൻസി ഇല്ലായ്മ വരുന്നൊരു സമയത്ത്? എനിക്ക് ശരിക്കും ഏജൻസി ഇല്ലായ്മ എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ലെന്ന് പറയാൻ കാരണം ഇപ്പൊ ജർമ്മനി പോവാ എന്നുള്ളതും അല്ലെങ്കിൽ ജർമ്മനിയിൽ സ്റ്റേ ചെയ്യാന്നുള്ളതും അതുപോലെ ജർമ്മനിയിൽ തന്നെ എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു കാര്യം അനന്തുവിന്റെ ഒരു ഡിസിഷൻ ആണ് എന്ന് വെക്കി അല്ലെ. പക്ഷെ there might be people ഈ പറഞ്ഞ പോലെ തന്നെ ചില സാഹചര്യങ്ങൾ കാരണം അവരുടെ ചിലപ്പോ അവരുടെ നാട് വിട്ട് അവര് വേറൊരു സ്ഥലത്ത് പോയി പഠിക്കുക അല്ലെങ്കിൽ പഠിക്കുന്ന അവസ്ഥ വന്നേക്കാം, അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യുന്ന അവസ്ഥ വന്നേക്കാം. ഞാൻ ഉദ്ദേശിക്കുന്ന NRIs നമ്മുടെ ഗൾഫ് ആ ഒരാളുകൾ മാത്രല്ല, അതും ഒരു ഏജൻസിയിൽ വേണം. പക്ഷെ പല സാഹചര്യങ്ങളും ഇപ്പോ വോർ സർക്കംസ്റ്റാൻസസിലായിരിക്കാം, മൈഗ്രേഷൻ ആയി, ഞാൻ അങ്ങനെയൊക്കെ അതിനെ ഉദ്ദേശിച്ച ഒരു ബ്രോഡർ കോണ്ടെക്സ്റ്റിൽ വരുമ്പോ ആ സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു കാരണം എവിടെയോ നമ്മളുടെ ഒരു ഇഷ്ടത്തോടെയല്ലല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് പറിച്ചു നടന്നത്. അതുകൊണ്ടാണോ അങ്ങനെ ഇപ്പൊ ചില പോയംസ് നമ്മൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചില നറേറ്റീവ്സ് വായിക്കുമ്പോഴോ വല്ലാത്തൊരു ലോങ്ങിങ്ങും അതുപോലെ തന്നെ
ആ ഒരു സോർട്ട് ഓഫ് ഒരു എവിടെ വേർ ഡു ഐ ബിലോങ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ട് റേസ് ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റാറില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് വന്നൊരു ചോദ്യമാണ് അത്. അതെ. തീർച്ചയായിട്ടും തിരിച്ചു കയറി ചെല്ലാൻ വീടുകളില്ലാത്തവരെ സംബന്ധിച്ച് ഇത് മറ്റൊരു കാര്യമാണ് കേട്ടോ. തിരിച്ചു കയറി ചെല്ലാൻ വീടുകൾ ഉണ്ടാവുന്ന ആളുകളുടെ, അതായത് ഈ പ്രദീപൻ മാഷ് കൊണ്ട് പറഞ്ഞ പോലെ ഈ പാമ്പ് തല ഉയർത്തുന്നത് അതിന് നിലത്ത് നിൽക്കാൻ നിലമുണ്ടാകുമ്പോഴാണ്. നിലത്ത് നിന്നേ അതിന് തല ഉയർത്താൻ പറ്റുള്ളൂ. അങ്ങനെ നിലമില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ച് അത് മറ്റൊരു കാര്യമാണ് ആക്ച്വലി. അത് ലോകത്താകമാനം വികസിക്കുന്ന ഒരു അവസാനം വിന്യസിച്ചിരിക്കുന്ന ഒരു വലിയ മാർജിനലൈസേഷൻ, ഒരു അനാഥത്വമാണ് അത് ആക്ച്വലി. സത്യത്തിൽ അതൊരു അനാഥത്വമാണ്. ഇപ്പോൾ പലസ്തീൻ ജനത അവിടുന്ന് കുടിയിറക്കപ്പെട്ട് അവര് മറ്റു ലോകത്തിന്റെ പല ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവരെ ഇപ്പൊ ലോകം പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലോകം പെർസീവ് ചെയ്യുന്ന ഇപ്പൊ ഞാൻ ഇപ്പൊ ജൂതജനതയുടെ വയലൻസുമായി ഇതിനൊന്നും കമ്പയറബിൾ ആയിട്ടൊന്നും അങ്ങനെ കമ്പയർ ചെയ്യുന്നൊന്നുമില്ല ഞാൻ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലേക്ക് ഏതെങ്കിലും ജൂതർ അതുകൊണ്ട് പെർസിക്യൂഷൻ കൊണ്ട് വന്നുകൊണ്ട് ജൂതരെ മാറ്റി നിർത്തപ്പെട്ടു. ഇന്ത്യയിൽ ഒരു കാലത്തും ജൂതരാന്നതിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല ഹിറ്റ്ലറിന്റെ പെർസിക്യൂഷൻ കൊണ്ട്. അവർ വന്നപ്പോൾ അവർ വളരെ, നമ്മുടെ കൊച്ചിയിലൊക്കെ ചരിത്രത്തിൽ അവർ വളരെ നല്ല നിലയിലും അവിടുത്തെ സായിപ്പന്മാരുമായിട്ടും അവിടുത്തെ രാജാവുമായിട്ടും അവിടുത്തെ ഭരണാധികാരികളുമായിട്ടൊക്കെ ചേർന്നാ പോയത്. പക്ഷെ ലോകത്ത് പലസ്തീൻ ജനത ഇന്ന് കയറി ചെല്ലുന്ന സമയത്ത് അവരെ ലോകവും പെർസീവ് ചെയ്യുന്ന മറ്റൊരു ഈവിളായിട്ടാണ്, ഒരു വലിയ നിലയിൽ. അവരെ മാത്രമല്ല, ലോകത്ത് ഇമിഗ്രേഷൻ ഇതായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലവും കൂടെയാണല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ച് ഫ്ലൂയിഡ് ആവാനുള്ള ഒരു സ്പേസ് പോലും കിട്ടുന്നില്ല. അതൊരു തരം അനാഥത്വമാണ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സംഭവം. യഥാർത്ഥത്തിൽ അത്തരം ഒരു അനാഥത്വം നിലനിൽക്കുന്നുണ്ട്. അതൊരു ഏജൻസി, നേരത്തെ പറഞ്ഞ പോലെ, സ്വാതി പറഞ്ഞ പോലെ, ഏജൻസി ഇല്ലാത്ത മനുഷ്യരെ സംബന്ധിച്ച്, ഡിസിഷനോ അല്ലെങ്കിൽ അത്തരം തീരുമാനമില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമാണ്. അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നതുകൂടിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ചരിത്രകാരന്മാരുടെയും അക്കാഡമിഷ്യൻസിന്റെയും മറ്റ് ഹ്യൂമൻ റൈറ്റ്സിനെയും ജസ്റ്റിസിനെയും പറ്റി ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഒരു കർത്തവ്യം അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി എന്നുകൂടിയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതുമായിട്ട് ചേർത്ത് കണ്ട് നമ്മള് ഡെയിലി ഒരു നമ്മുടെ സ്ക്രീനിൽ അതിങ്ങനെ അവിടുത്തെ കുട്ടികളെയും അവിടുത്തെ കാര്യങ്ങളും അതിങ്ങനെ കണ്ട് നമ്മളെന്താ ഭയങ്കര പവർലെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിതിന്റെ ചരിത്രം മനസ്സിലാവുന്നുണ്ട്. ഒരു വലിയ മീൻസ് അക്കാഡമീഷ്യൻസും ഹിസ്റ്ററി അങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് അതിന്റെ ഒരു ബിഗർ പിക്ചർ മനസ്സിലാവുന്നുണ്ട്, നമുക്കത് മനസ്സിലാവുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മളവിടെ പവർലെസ് ആയി ഫീൽ ചെയ്യുന്നതിന്റെ ഒരു വേദന എങ്ങനെയായിരിക്കും? കാരണം എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമ്മൾ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ അക്കാഡമീഷ്യൻസ് നമ്മുടെ ഡിസ്കോഴ്സസ് അതെല്ലാം തന്നെ പലപ്പോഴും ആൾക്കാർക്ക് അതെത്താൻ പറ്റാത്തതിന് ഒരു എന്താ പറയാ, ഇപ്പൊ വാക്കുകൾ ഉപയോഗിക്കുന്ന പോലെ, ഇപ്പൊ ഫിനോമിനോളജി എന്ന് പറയുന്ന നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്ക്, ആ ഒരു വേർഡ്സ്, ലാംഗ്വേജ് ഒക്കെ തന്നെ സാധാരണക്കാരുടെ എക്സ്പീരിയൻസിൽ നിന്ന് കുറെ ദൂരെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും അക്കാഡമിയെ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനേക്ക് എന്തെങ്കിലും ഒരു പ്രാക്ടീസിലേക്ക് വരുമ്പം സത്യം പറഞ്ഞാൽ ആസ് ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ അക്കാഡമീഷ്യൻസ് നമ്മളെ ഹെൽപ്ലെസ് ആണ്. അങ്ങനെ അനന്തുവിന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഒന്ന്, ലോകത്തിന് പലസ്തീൻ ജനതയോട് നമ്മൾ വിചാരിക്കുന്നത് സ്നേഹം ഇല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതെ, പലസ്തീൻ ജനതയോട് മാത്രമല്ല, ലോകത്ത് ഒരുപക്ഷെ പലസ്തീൻ ജനതയുടെ ഈ സ്ട്രഗിളിനെ ലോകത്തിന് ഇത്രയെങ്കിലും ലോകത്തെ ആട്ടി ഉലപ്പിക്കാൻ സാധിച്ചത് ആ പലസ്തീൻ ജനതയുടെയും അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഒരു ലോകത്താകമാനുള്ള മുസ്ലിം സമൂഹങ്ങളിൽ വലിയൊരു ഭൂരിപക്ഷം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റി സ്ട്രെങ്ത് കൂടെയാണ് ഒരുപക്ഷെ ആളുകളുടെ ശ്രദ്ധയിലേക്ക് അത് എത്തിക്കാൻ സഹായകമായ ഒരു കാര്യം. ആ ഒരു സമുദായത്തിന്റെ, ആ ഒരു റിലീജിയന്റെ ഒരു കമ്മ്യൂണിറ്റി സ്ട്രെങ്ത് കൂടെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആളുകൾക്ക് അല്ലെങ്കിൽ ലോകത്തിന് മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ലോകത്തെ സാമൂഹ്യനീതിയെ പറ്റിയോ ജസ്റ്റിസിനെ പറ്റിയോ ഒക്കെ സംസാരിക്കുന്ന ആർക്കും, കവികൾക്കും ഒന്നും തന്നെ പുറത്തുള്ള ഒരു മനുഷ്യനും അവർ പറയുന്ന ഒരു സ്നേഹം അതിനോടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല യഥാർത്ഥത്തിൽ. സത്യത്തിൽ ഈ പറയുന്ന ലോകത്ത് ലോകത്ത് പലസ്തീൻ ജനത മാത്രമാണോ അതിക്രമിക്കപ്പെട്ടത്? അല്ല, ലോകത്ത് എല്ലാ കാലത്തും അതിക്രമിക്കപ്പെട്ട മനുഷ്യരോടുള്ള, ഉക്രൈനിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലേ? അത് മാത്രമല്ല, ചരിത്രപരമായി തന്നെ അത്തരത്തിൽ അടിച്ചമർത്തപ്പെട്ട, കൊല്ലപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട
അടിമയാക്കപ്പെട്ട ഒരു മനുഷ്യരെയും പറ്റിയും ആ കാലത്തൊന്നും തന്നെ ഒരുപക്ഷെ ഇപ്പോൾ പോലും ആ നിലയിൽ ഒരു ആകുലതയോ സ്നേഹമോ ഏതെങ്കിലും മനുഷ്യർക്ക് അക്കാഡമിക്ക് പുറത്ത്, ഞാൻ പറയുന്ന എഴുതുന്ന ആരൊക്കെയോ ഈ പലസ്തീനുമായി ബന്ധപ്പെട്ടപ്പോഴത്തേനും ഒരു മീമൊക്കെ വന്നിരുന്നല്ലോ, ഇനി പലസ്തീൻ വിഷയമൊക്കെ കഴിഞ്ഞൊരു 100 വർഷം കഴിയുമ്പോഴത്തേനെ ഇതിന്റെ എഫക്റ്റുകളെ പറ്റി പഠനം വരുമല്ലോ, ആ സമയത്ത് നമ്മൾ സംസാരിക്കുമല്ലോ. അതല്ലാതെ അങ്ങനെ അല്ലാത്തൊരു സ്നേഹം, നമ്മൾ വിചാരിക്കുന്ന ഒരു സ്നേഹം ആ ജനതയോടോ ആ മനുഷ്യരോടോ ചരിത്രത്തിൽ ഏതെങ്കിലും ഇപ്പൊ ലോകത്ത് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പം ജൂത പ്രോസിക്യൂഷനെ പറ്റി പറയാറുണ്ട് നമ്മൾ ഈ ജർമ്മനിയിലെ നാസി ജർമ്മനിയിൽ ജൂതരെ വംശീയമായി കൊന്നു എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത്. ജൂതരെ മാത്രമല്ല വംശീയമായി കൊന്നത്, ബ്ലാക്സിനെ വംശീയമായി കൊന്നിട്ടുണ്ട്, ഒരുപാട് ബ്ലാക്സിന്. അങ്ങനെ പല വിഭാഗങ്ങളെ ഇവര് ഹിറ്റ്ലർ അന്ന് വംശീയമായി കൊല്ലുന്നുണ്ട്. ലോകത്ത് കഴിഞ്ഞ 400-500 വർഷത്തെ സ്ലേവറിക്കകത്ത് എത്രത്തോളം ബ്ലാക്സ് മരിച്ചിട്ടുണ്ടെന്നോ, അവരോടുള്ള റേസിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ലോകത്ത് ഇപ്പോഴും നിലനിൽക്കുമ്പോഴും ഏതെങ്കിലും നിലയിൽ അതിനെ മറികടന്ന് ഒരു സമൂഹമാവാനുള്ള സ്നേഹമൊന്നും ലോകത്തിനുണ്ടായിട്ടില്ല. 2000 വർഷത്തെ ഇന്ത്യൻ ജാതി വ്യവസ്ഥ സമയത്ത് എത്രയോ മനുഷ്യർ ചത്ത് അടങ്ങിയിരിക്കാം, കൊന്നു തള്ളിയിരിക്കാം എത്രയോ മനുഷ്യരെ, എത്ര പേർ മരിച്ചു പോയിട്ടുണ്ടാവും. ഈ മനുഷ്യരെ പറ്റി ഒന്നും തന്നെ ആകുലതകളോ വിഷമങ്ങളോ സ്നേഹമോ ആ നിലയിൽ ആർക്കെങ്കിലും ആ നിലയിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ മറികടന്നേനെ. ഒരു ലോകം എന്ന നിലയിൽ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തികളെയോ ഏതെങ്കിലും ചെറിയ ഗ്രൂപ്പുകളെയോ ഏതെങ്കിലും വിഭാഗങ്ങളെയോ മാത്രമല്ല, ഞാൻ ലോകം എന്ന നിലയിലാണ് പറയുന്നത്. അപ്പൊ അത് ഞാൻ കരുതുന്ന അങ്ങനെ ഒരു സ്നേഹം, ഈ കയറി വരാൻ വീടുകളില്ലാത്ത ആളുകളുടെ ഏജൻസിയുടെ പ്രശ്നത്തെ പറ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു വീട് ഒരുക്കാൻ ഒരു മനുഷ്യനും അത്തരത്തിലൊരു ഒരു സ്നേഹം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ മനുഷ്യരോട്, ഈ മനുഷ്യരോടെങ്കിലും. ഈ കുട്ടികൾ മരിച്ചു വീഴുന്ന ഒരു വാട്സപ്പ് സ്റ്റോറിക്ക് അപ്പുറത്തേക്ക് ഇത് ഞാൻ ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരെ വാട്സപ്പ് സ്റ്റോറി ഇടുന്നതും ഇവിടുത്തെ സ്റ്റുഡൻസ് ഓഫ് പലസ്തീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതോ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഒരുപക്ഷെ എന്നെ കൊണ്ട് ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ മഞ്ജുവിനോ ആസ് എ പേഴ്സൺ സ്വാധിക്കാൻ പറ്റണം എന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരു സമൂഹമായി വികസിക്കാനുള്ള ഒരു സാധനം നമ്മുടെ സമൂഹത്തിന്റെ സ്നേഹം എന്ന അളവ് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അത് വരും, അതങ്ങനെ ഉണ്ടാകും എന്ന ഒരു ഹോപ്പുണ്ടോ? അത് നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ചിട്ടുള്ള പോലെ, നമ്മൾ ഈ പോഡ്കാസ്റ്റിന് മുൻപും ഒക്കെ സംസാരിച്ചിട്ടുള്ള പോലെ, ജെയിംസ് ബോൾഡ്വിൻ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് അവിടെ ഏറ്റവും പ്രധാനം. ലവ് ഈസ് നോട്ട് എ പോപ്പുലർ മൂവ്മെന്റ്. അങ്ങനെ ലോകത്തെ പിടിച്ചു നിർത്തുന്ന വളരെ കുറച്ച് പേരുടെ ലവ് മാത്രമാണ് എന്ന് ബോൾഡ്വിൻ പറയുന്ന വളരെ പ്രധാനമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ലവ് ഈസ് നോട്ട് എ പോപ്പുലർ മൂവ്മെന്റ്. ലവ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന പലതിനെ, ലവ് എന്നത് യൂണിവേഴ്സൽ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന, ലവ് ഒറ്റ സാധനമുള്ളൂ എന്നതും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പലസ്തീൻ ജനതയോട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന ജനതയോട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പലസ്തീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ കുട്ടികളുടെ മരണവും അവരെ കൊന്നു തള്ളി എത്രയോ മനുഷ്യരെ കൊന്നു തള്ളുന്ന കാര്യം പറയുമ്പോഴും നമ്മളെല്ലാം അതിനെ ചേർത്ത് പിടിക്കാനും ഒക്കെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടുമ്പോഴും ഒരു അൾട്ടിമേറ്റ് സ്നേഹം, നമ്മൾ സ്നേഹം എന്ന് പറയുന്ന സ്നേഹമാണോ അത്? അതോ നമ്മുടെ ഉള്ളിൽ തന്നെ അയ്യോ വിഷമം, ഒരാളെ മരിച്ചല്ലോ ഇനി അത് നമ്മൾ കാണണ്ട, നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി എന്ന് പറയുന്ന ഒരു വികാരമാണോ? അത് സ്നേഹമാണോ? അപ്പൊ സ്നേഹം എന്ന് പറയുന്ന യൂണിവേഴ്സൽ തന്നെ അല്ല എന്നും ജെയിംസ് ബോൾഡ്വിൻ പറയുന്നത് ലവ് ഈസ് നോട്ട് എ പോപ്പുലർ മൂവ്മെന്റ് എന്നുള്ളതാണ് എനിക്ക് അതിൽ തോന്നുന്നൊരു കാര്യം. അപ്പൊ ഞാൻ ചോദിക്കുന്ന, ലവ് ഒരു പോപ്പുലർ മൂവ്മെന്റ് ആകുമോ? ആകാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഞാനൊരു പ്രവാചകനോ ഞാനൊരു ജ്യോതിഷിയോ ഞാൻ അല്ല. ബോൾഡ്വിൻ പറയുന്ന ലോകത്തിന്റെ ലവിനെ പറ്റിയാ. ബോൾഡ്വിൻ എന്തിനും ഐഡിയ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബോൾഡ്വിൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനെ മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് ലവ് എന്ന് പറഞ്ഞതിന് ഒരു പക്ഷേ ലവ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും മനുഷ്യർക്ക് സമയമില്ല എന്നോ, അല്ലെങ്കിൽ ലവിനെ പറ്റി അത്തരത്തിലൊരു ഒരു വായന പോലും നമ്മൾ വളരെ പരക്കെ പറയുന്നതല്ലാതെ, അതല്ലാതെ അത് ലവ് എന്താണ്, ലവ് ഇല്ലായ്മ എന്തിനും ഉണ്ടാക്കുന്നു, ലവ് ഇല്ലായ്മ എന്തിനും ഉണ്ടാക്കുന്നു എന്ന് പോലും നമുക്ക് അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പലതരത്തിലുള്ള പ്രണയത്തെ പറ്റി സ്നേഹത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ പോലും ലവ് ആസ് എ ഹോൾ കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ ഇല്ലായ്മ എന്തുണ്ടാക്കുന്നു എന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു ജനതയായിട്ടാണ് ഈ 21ാം നൂറ്റാണ്ടിലും ഈ 2025-ലും നമ്മളൊക്കെ ഇരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഒരുപക്ഷെ ആരും ശ്രമിച്ചിട്ടില്ല എന്നൊന്നും അഭിപ്രായം എനിക്കില്ല. ഇപ്പോ ലവിനെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ
PRDs പൊയ്കയിലപ്പച്ചൻ്റെ മൂവ്മെൻറ്റിനകത്ത് നിന്ന് ഞാൻ ഈ ലവ് ഈസ് നോട്ട് എ പോപ്പുലർ മൂവ്മെന്റ് എന്നുള്ള ബോൾഡ്വിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സ്വയം മനസ്സിലാക്കാനോ പുതുക്കാനോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയിലാണ് ഒരുപക്ഷെ അപ്പച്ചൻ്റെ വിഷയത്തെയൊക്കെ വെച്ച് ഞാൻ വായിക്കാൻ ശ്രമിച്ചത്. ഈ PRDസിൻ്റെയും പൊയ്കയിലപ്പച്ചൻ്റെയും ഒരു ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത്, ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അടിമ വിഷയം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ്. വിഷയത്തിൻ്റെ പേര് അടിമ വിഷയം എന്നാണ്. ഇങ്ങനെയാണ് അപ്പച്ചൻ അവതരിപ്പിക്കുന്നത്. അടിമ വിഷയം 7 കൂട്ടം അടിമയുണ്ടെന്നാണ് പറയുന്നത്. 7 കൂട്ടം അടിമ. 7 കൂട്ടം അടിമ എന്ന് പറയുമ്പോൾ PRDസിൻ്റെയും അപ്പച്ചൻ്റെയും ഭാഷ മറ്റൊന്നാണ്. നമ്മൾ അടിമ എന്ന് കേൾക്കുമ്പോൾ ഒരു സ്ലേവ് അല്ലെങ്കിൽ ഒരാളെ ഒരു സ്ഥലത്തെ ആരുടെയെങ്കിലും നമ്മളൊരു മനുഷ്യൻ സ്ലേവായി, അല്ലെങ്കിൽ ഒരു ആന്ത്രപ്പോളജിക്കലി അല്ലെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന ഒരു സ്ലേവറി എന്നുള്ള രീതിയിലല്ല മനസ്സിലാക്കേണ്ടത്. അവിടെ അടിമ എന്ന് ഉപയോഗിക്കുമ്പോൾ കൃത്യമായി അപരം എന്ന അർത്ഥത്തില്ല, അപരവൽക്കരിക്കപ്പെട്ട എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. 7 കൂട്ടം അടിമയുണ്ട് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പേരിലുള്ള അടിമ, മതത്തിൻ്റെ പേരിലുള്ള അടിമ, ജാതിയുടെ പേരിലുള്ള അടിമ, ജീവനും ശരീരത്തിനും പേരിലുള്ള അടിമ, മാർഗങ്ങളുടെ പേരിലുള്ള അടിമ, രാജ്യത്തിന് പേരിലുള്ള അടിമ, മായാശക്തികൾക്കും സേവാമൂർത്തികൾക്കും പേരിലുള്ള അടിമ. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം, ദൈവത്തിന്റെ പേരിൽ അടിമപ്പെടരുതെന്നും ദൈവത്തിന്റെ പേരിൽ ആരെയും അടിമപ്പെടുത്തരുതെന്നും. അതായത് ദൈവത്തിന്റെ പേരിൽ മാർജിനലൈസ്ഡ് ആവരുതെന്നും ദൈവത്തിന്റെ പേരിൽ ആരെങ്കിലും മാർജിനലൈസ്ഡ് ആക്കരുതെന്നും. ജീവനും ശരീരത്തിന്റെ പേരിൽ ആരെങ്കിലും അടിമപ്പെടുത്തരുതെന്നും. അതിന് നമുക്ക് ജെൻഡറായിട്ടൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട് പുതിയ കാലത്തിനകത്ത്. അപ്പോൾ ഇതിനകത്ത് അടിമയിലേക്ക് നയിക്കുന്ന കാര്യത്തെ പറ്റിയും ആ അടിമയെ സംബന്ധിക്കുന്ന, അതായത് PRDs ഒരു റിലീജിയസ് മൂവ്മെന്റ് ആണ്. പൊയ്കയിലപ്പച്ചനെ ദൈവമായി കാണുന്ന ഒരു കൂട്ടാളാണ്. അവർ തന്നെയാണ് പറയുന്നത്, അവിടെ നിന്ന് തന്നെ അപ്പച്ചൻ എന്ന ഒരു ദൈവം എന്ന നിലയിൽ തന്നെയാണ് കണ്ടുകൊണ്ട് അപ്പച്ചൻ പറയുന്നത് ദൈവത്തിന് പേരിൽ അടിമപ്പെടരുതെന്നും ദൈവത്തിന് പേരിൽ അടിമപ്പെടുത്തരുതെന്നും. അപ്പം ലോകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള അപരവൽക്കരണങ്ങൾ ഉണ്ട് എന്നും അത് ലവ് ഇല്ലായ്മയിൽ നിന്നാണ് വരുന്നതെന്നുമുള്ളൊരു വലിയ കാഴ്ച ഇതിനകത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് PRDസിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു മുമ്പ്. ഇതൊരു പ്രാർത്ഥനാഗീതമാണ് കേട്ടോ PRDസിൻ്റെ. അപ്പം ഞാനിത് മുമ്പൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ശരിക്കും ഈ ലവ് എന്നുള്ള സാധനത്തെ PRDസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത് ഈ മിഷണറി റിപ്പോർട്ട്സ് വായിക്കുമ്പോഴാണ്. അപ്പം ഇതിൽ ഈ പൊയ്കയിലപ്പച്ചൻ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് കേട്ടോ മിഷണറി റിപ്പോർട്ടുകൾ. കാരണം ഈ മിഷണറി റിപ്പോർട്ടുകൾ എഴുതുന്ന എന്താണെന്ന് വെച്ചാൽ 1914 മുതൽ 22 വരെയുള്ള റിപ്പോർട്ട് ഞാൻ എൻ്റെ കയ്യിൽ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, 1914 മുതൽ. അപ്പോൾ അതിൽ അയ്യങ്കാളിയെ പറ്റി, പൊയ്കയിലപ്പച്ചനെ പറ്റി, നാരായണ ഗുരുവിനെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. കാരണം മിഷണറിമാർ അവിടെ കാണുന്നതും അവരുടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് ചേർന്ന് നിൽക്കുന്നോ എതിർത്ത് നിൽക്കുന്നോ ബുദ്ധിമുട്ടാകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ രേഖപ്പെടുന്നത്. കാരണം ഇതൊരു വാർഷിക റിപ്പോർട്ടാണ്. എന്ത് ചെയ്യണം, ഇതുകൊണ്ട് ഇത് പഠിച്ചിട്ട് അടുത്തതിനെ മറികടക്കാനുള്ള വഴികളാണല്ലോ. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ പരാമർശങ്ങൾ ഇവരുടെ റിപ്പോർട്ടിലുള്ള ഒരാളെ പൊയ്കയിലപ്പച്ചനാണ്. ഒരുപക്ഷെ ഇത്രയും ഏതെങ്കിലും ഒരു മനുഷ്യരെ പറ്റി അവർ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നാരായണ ഗുരുവിനെ പറ്റിയൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തോ അല്ലെങ്കിൽ അയ്യങ്കാളിയെ പറ്റി ഒരു ഭാഗത്ത് പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് പൊയ്കയിലപ്പച്ചൻ ഇവരുടെ വലിയൊരു എതിരാളിയായിട്ട് അവർ ഒരു ഹെറിറ്റിക് എന്നുള്ള നിലയിലാണ് കാണുന്നത്. അപ്പൊ ഇതിൽ ഇവർ ഈ അപ്പച്ചൻ എങ്ങനെയാണ് ഈ മനുഷ്യരെ ലവിനെ പറ്റി പറയുന്നത്, ലവ് എന്നൊരു സാധനത്തെ പറ്റി ഇയാൾ എന്താ ചെയ്യുന്നത്, ഇത് കണ്ടു പഠിക്കണം നമ്മൾ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പൊ ഈ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഞാൻ എന്തായിരിക്കും ഈ ലവ്, ഇത് പ്രധാനമായിട്ട് ഈ പറയുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ ഈ പാട്ടും കേട്ട്, ഈ പാട്ടിന് ആദ്യം വരി ഇങ്ങനെയാണ്: സ്നേഹമേറും ദൈവമേ നിൻ സ്നേഹങ്ങൾ ഓരോന്ന് ഓർക്കുമ്പോൾ സ്നേഹത്തിനൊരു അന്തമില്ല, സ്നേഹം തന്നെ സർവ്വത്തിനും. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇത് വളരെ കൺവെൻഷനലായ ഗോഡ് ഈസ് ലവ് അല്ലെങ്കിൽ ലവ് ഇങ്ങനെ പറയുന്നൊരു സ്ഥിരം സാധനമാണ്. പക്ഷെ അടുത്ത ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഒരുപക്ഷെ ബോൾഡ്വിനെയൊക്കെ വായിച്ചതിന് ശേഷമായിരിക്കും എനിക്ക് ആ ഇൻട്രസ്റ്റ് അവിടെ തോന്നിയത്. ഇത് പറയുന്നത് ഗോത്രങ്ങളെ നോക്കിയിട്ടല്ല, തലമുറകൾ എണ്ണിയിട്ടല്ല എന്നെ സ്നേഹിക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി എന്ന വരി. അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോത്രങ്ങളെ നോക്കി സ്നേഹിക്കുന്നവരുണ്ട് എന്നും തലമുറകൾ എണ്ണി സ്നേഹിക്കുന്നവരുണ്ട് എന്നും ഇവർ പറയാം. യഥാർത്ഥത്തിൽ അവർ വളരെ വിമർശനമാണ് വയ്ക്കുന്നത്. ഗോത്ര സ്നേഹം എന്ന് പറയുന്ന ഇന്ത്യൻ ജാതി വ്യവസ്ഥയിലെ ബ്രാഹ്മണിക ദൈവസങ്കല്പങ്ങളുടെ സ്നേഹം, അവർ ജാതി നോക്കിയാണ് ദൈവം സ്നേഹിക്കുന്നതെന്നും, തലമുറകൾ ബൈബിളിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്, ബൈബിൾ തലമുറകളുടെ കഥയാണെന്നും, ബൈബിളിലെ സ്നേഹം എന്ന് പറയുന്നത് തലമുറകളോടുള്ള സ്നേഹമാണ്. ഇതിന് പുറത്തുള്ള മനുഷ്യർക്ക് സ്നേഹം ലഭിക്കുന്നുണ്ടോ? അപ്പൊ ഇതിന് പുറത്തുപോയ മനുഷ്യരാണ് അടിമപ്പെട്ടതെന്നാണ് PRDs പഠിപ്പിക്കുന്നത്. ഈ ദൈവസ്നേഹത്തിന് പുറത്തുപോയ മനുഷ്യർ, അതായത് ഈ ഗോത്രങ്ങളെ നോക്കി സ്നേഹിക്കാത്ത, തലമുറകളെ എണ്ണി സ്നേഹിക്കാത്ത ഒരു ദൈവമാണ് അപ്പച്ചൻ എന്നുള്ളതാണ് ഇവർ ഈ പാട്ടിനകത്തൂടെ പറയുന്നത്. അപ്പൊ സ്നേഹം ഒന്നല്ല എന്നും വ്യത്യസ്തങ്ങളായ സ്നേഹമുണ്ട് എന്നും ഇവർ പറയുകയാണ്. ഒരുപക്ഷെ ബോൾഡ്വിന് ഒരു 60 അല്ലെങ്കിൽ ബോൾഡ്വിൻ പറയുന്നതിനൊരു 60-70 കൊല്ലം മുൻപേ ആണ് PRDസിന്റെ ഒരു ആഖ്യാനം വരുന്നതെന്ന് ഓർത്തോളം. ഇതിനകത്ത് PRDസിന്റെ ഒരു ബേസിക് കഥയുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു കഥയാണ്. അതായത് ഈ അപ്പച്ചനെ ദൈവമാക്കുന്ന ഒരു മിത്ത് എന്താന്ന് വെച്ചാൽ ഈ ഒരു കഥയാണ്, അപ്പനമ്മ മക്കളുടെ ഒരു കഥയാണ്. അതായത്
ചെക്കയിലടിക്ക് മുന്നേ, രാവിലെ നേരം വെളുക്കുന്നതിന് മുന്നേ അപ്പനും അമ്മയും പണിക്ക് പോകണം. പണിയെന്ന് വെച്ചാൽ അടിമകളാണല്ലോ. തമ്പുരാന്റെ വേലയ്ക്ക് പോകണം. വേലയ്ക്ക് അവിടെ ചെന്നപ്പോഴത്തേനും തമ്പുരാൻ ഭക്ഷണമൊക്കെ കൊടുത്തു, കുളിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ വിൽക്കാൻ പോവാണ്. എണ്ണ കൊടുത്തു, വിൽക്കാൻ പോവാന്ന് മനസ്സിലായി. അപ്പോൾ ഈ തമ്പുരാൻ അമ്മയെ അപ്പനെയും തെക്കോട്ടും വടക്കോട്ടും വിറ്റു വന്നു. ഇവരെ ചങ്ങലക്കിട്ട്, അപ്പോൾ ഇവർ അവസാനമായിട്ട് മക്കളെ ഒന്ന് കാണണം. അപ്പോൾ ഇവർ കാട്ടിലേക്ക് വന്ന് ഈ കുടിലിൽ വന്ന്, അപ്പോൾ 3 മക്കളാണ്. മൂത്തൊരു കുട്ടി, രണ്ടാമതൊരു കുഞ്ഞും, മൂന്നാമതൊരു കൈക്കുഞ്ഞും. അപ്പോൾ അപ്പൻ മൂത്തവനോട് പറഞ്ഞു, നീ അകത്തുനിന്ന് പോയി ഒരു കാലത്തിൽ ഒരു വറ്റ് ചോറെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഒരു വറ്റ് ചോറെടുത്തുകൊണ്ട് വന്ന് ഈ അപ്പൻ അത് ഉരുളയാക്കി രണ്ടാമന് കൊടുത്തു. അമ്മ കുഞ്ഞിന് മുലയൂട്ടുന്നു. അപ്പോൾ ഇത് തീരുന്നതിന് മുന്നേ തമ്പുരാനൊക്കെ വലിക്കാൻ തുടങ്ങി, ഇവർ കൂട്ടക്കരച്ചിൽ. അപ്പോൾ അപ്പനും അമ്മയും മൂത്തവനോട് പറയാണ്, നീ നിന്റെ ഇളയത്തുങ്ങളെ നോക്കിക്കോണം എന്ന് പറഞ്ഞ് ഇവർ നിലവിളിച്ചു എന്നും. അങ്ങനെ കൂട്ടക്കരച്ചിലിനിടയിൽ ഈ തമ്പുരാന്മാർ ഇവരെ 2 സ്ഥലത്തേക്ക് തെക്കോട്ടും വടക്കോട്ടും വലിച്ചുകൊണ്ട് പോയെന്നും. അപ്പോൾ ഈ കുട്ടികൾ ഈ അമ്മയും അച്ഛനും ദൂരെ നിന്ന് കാണല്ലോ, ദൂരെ പോകുന്നവർ ഇവരെ കാണാൻ മറയത്താവുന്നത് വരെ ഇങ്ങനെ നോക്കി കരഞ്ഞുകൊണ്ട് ഇവർ വലിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേനും ഈ രണ്ടാമത്തെ കുട്ടി മൂത്തവനോട് ചോദിക്കുന്നു, അപ്പനും അമ്മയും ഇനി എപ്പോൾ വരും എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവർ രാത്രി കാട്ടിലേക്ക് ഇറങ്ങി നടന്നു വന്നു. കാട്ടിൽ തെക്ക് എൻ്റെ അപ്പനും അമ്മയെ കണ്ടോ എന്ന് അലറി വിളിച്ചുകൊണ്ട് ഇവർ നടന്നു വന്നു. ഹിംസ്ര ജന്തുക്കളോ ദുഷ്ടജന്തുക്കളോ ഇവരെ ഭക്ഷിച്ചില്ല എന്നും, ഇവരെ അടുത്ത് വന്ന് അവർക്ക് പോലും കരച്ചിൽ വന്ന് അവർ തിരിച്ചു പോയെന്നും. അങ്ങനെ അവസാനം ഒരു വൃക്ഷത്തിൻ്റെ, ഒരു ഹോളോ ആയിട്ടുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഇവർ മേലോട്ട് നോക്കി എൻ്റെ അപ്പനെ അമ്മയെ കണ്ടോ എന്ന് പറയുന്ന, മാനത്ത് കാണുന്ന ചെമ്പരുന്ന് എൻ്റെ അപ്പനമ്മയെ കണ്ടോ എന്ന്, ചക്കിപ്പരുന്ത് എൻ്റെ അപ്പനമ്മയെ കണ്ടോ എന്ന് നോക്കി കരഞ്ഞു വന്നും. അങ്ങനെ ഈ അനാഥ കുട്ടികളുടെ കരച്ചിൽ ദൈവത്തിൻ്റെ വരെ, സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നും. ആ അനാഥ കുട്ടികളുടെ കരച്ചിലിനാണ് ദൈവം വന്നതെന്നും, ആ ദൈവമാണ് ഒരു മുലയിൽ പാലും മറുമുലയിൽ വെള്ളവുമായി വന്ന ദൈവമാണ് അപ്പച്ചൻ എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതായത് ഇവർ പറയുന്നത് ലവ് എന്ന് പറയുന്നത് ഇല്ലായ്മയിലേക്ക്, അടിമത്തത്തിലേക്ക്, അത് ദൈവസ്നേഹം ദൈവകോപം ഉണ്ടായി, ദൈവസ്നേഹം മാറി ഇവർ അടിമയായി എന്നും. അങ്ങനെ ലോകത്ത് ഈ സ്നേഹമില്ലായ്മ അടിമകളെ ഉണ്ടാക്കുന്നുവെന്നും, ഈ അടിമകളാകുന്ന സമയത്ത് സ്നേഹമില്ലായ്മയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാവുന്നത് അനാഥത്വമാണെന്നും ആണ് പിയാഡിസ് പറയുന്നത്. അത് ലോകത്ത് സ്നേഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള അനാഥത്വമാണെന്നും, ലോകത്തെ മാർജിനലൈസേഷനുകളെല്ലാം ഉണ്ടാക്കുന്നത് അനാഥരെയാണെന്നാണ്. അതായത് ലോകത്ത് നിന്ന്, ഇപ്പോൾ രാജ്യത്ത് നിന്ന് രാജ്യത്തിന് വെള്ള അടിമ എന്ന വിഷയത്തിനകത്ത് പറയുന്നത്, രാജ്യത്ത് നിന്ന് പുറത്താക്കണം, പലസ്തീൻ ജനതയെ അവരുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമ്പോൾ തിരിച്ച് കയറി ചെല്ലുന്ന വീടുകളില്ലാത്ത അനാഥരായി അവർ ലോകത്ത് മാറിയെന്നും, ഒരുപക്ഷെ പിയാഡിസിന്റെ ആഖ്യാനത്തിനകത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ അടിമപ്പെട്ടു പോയ ജനതകൾ അവർ അനാഥരായെന്നാണ് പറയുന്നത്. പക്ഷെ അംബേദ്കറിന്റെ ഒരു എഴുത്തിനകത്തുണ്ട്, അംബേദ്കർ പറയുന്നൊരു കാര്യമാണ് അത്, ഈ എനിക്ക് ചുറ്റും എല്ലാവരും ഉണ്ടെങ്കിലും ഞാൻ എലോണാണ്, ഞാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അതായത് മാർജിനലൈസേഷനുകളെല്ലാം ഉണ്ടാക്കുന്ന ഒരു തരം അനാഥത്വമാണ് എന്നും, ലവ് ഒരു പോപ്പുലർ മൂവ്മെന്റ് അല്ലാത്തതുകൊണ്ടും ആ ലവ് ഇല്ലായ്മ ലോകത്താകമാനം വ്യത്യസ്തങ്ങളായിട്ടുള്ള അനാഥരെ ഉണ്ടാക്കുന്നുവെന്നും, അപരങ്ങളെ ഉണ്ടാക്കുന്നുവെന്നും, ആ അനാഥത്വത്തെ മറികടന്നുകൊണ്ട് മാത്രമേ ലവിന് വരാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ അനാഥത്വങ്ങളെ മാറ്റാനുള്ള സ്നേഹം ഗോത്രങ്ങളെ നോക്കിയോ, തലമുറകളെ എണ്ണിയോ, രാജ്യങ്ങളെ നോക്കിയോ, വംശങ്ങളെ നോക്കിയോ അല്ലാതെ ലോകത്തെ മനുഷ്യർക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കാം അങ്ങനെ ഒരു ലവ്, അങ്ങനെ എന്തെങ്കിലും പറ്റുമെങ്കിൽ മാത്രമാണ് ലവിന് നമ്മൾ വിചാരിക്കുന്ന ഒരു യൂണിവേഴ്സൽ, ഒരു ലോകത്തൊരു ലവ് ഒരു പോപ്പുലർ മൂവ്മെന്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ലവ് ഇസ് നോട്ട് എ പോപ്പുലർ മൂവ്മെന്റ്. നമ്മുടെ വീട്ടിലുള്ള, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ മറ്റാർക്കെങ്കിലും നമ്മളോട് സ്നേഹം ഉണ്ടെന്ന് വെച്ചോ, അത് നമ്മൾ വിചാരിക്കുന്ന ഈ സ്നേഹമാണെങ്കിൽ ആ സ്നേഹം മറ്റു മനുഷ്യരോട് ഉണ്ടാണ്. എന്നാൽ അവർ വംശമായിട്ടോ ജാതിയായിട്ടോ ക്ലാസ് ആയിട്ടോ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു മനുഷ്യനോട് നമ്മളോടുള്ള പോലെ എങ്കിലും അല്ല, അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു അനുകമ്പ ആ നിലയിൽ ചേർത്ത് പിടിക്കാൻ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്നേഹമല്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു പോപ്പുലർ സ്നേഹം അല്ല, അത് സ്നേഹം തന്നെ ഒന്നല്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതായത് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലവ് ആസ് എ സോഷ്യൽ തിങ്. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരങ്ങളുടെ കാര്യം പറഞ്ഞ തന്നെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരാൾ എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രീഡിൽ നിന്നോ ഒരു കാസ്റ്റിൽ നിന്നോ ഒരു ജെൻഡറിൽ നിന്നോ ഏതെങ്കിലും ഒരു റേസിൽ നിന്നോ വർണ്ണത്തിൽ നിന്ന് എന്തിൽ നിന്നെങ്കിലും വന്ന ഒരാളോട് നമ്മളോട് ഉള്ള പോലെ തന്നെ ഒരു അനുകമ്പയോ എമ്പതിയോ സ്നേഹമോ അവരോട് ആ നിലയിൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ ഈ പറയുന്ന സ്നേഹം മറ്റൊന്നാണ് എന്ന് ഞാൻ പറയുന്നത്. അത് നമ്മൾ ആ ആ എനിക്ക് സ്നേഹമല്ല. മനസ്സിലായി. ലവ് ഒരു ഒരു യൂണിവേഴ്സൽ സാധനം അല്ല. എനിക്ക് മനസ്സിലായി. ലവ് ഒരിക്കലും അങ്ങനെ അല്ല വികസിച്ചിരുന്നത്. അങ്ങനെ എങ്ങനെ ആവാന്നുള്ളതാണല്ലോ പിന്നീട് ചോദിച്ചൊരു കാര്യം. അങ്ങനെ ആവുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന അപരങ്ങളെ മനസ്സിലാക്കുന്ന, അനാഥത്വങ്ങൾ ഇല്ലാത്ത വീടുകളാക്കാൻ പറ്റുന്ന, കയറി ചെല്ലാൻ വീടുകളാക്കാൻ പറ്റുന്ന മനുഷ്യർക്കായിരിക്കാം അങ്ങനെ പറ്റുന്നത്. അതെല്ലാവർക്കും പറ്റണമെന്നില്ല. ഇപ്പോൾ ജെയിംസ് ബോൾഡ്വിൻ്റെ തന്നെ അതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങൾ തന്നെ നിങ്ങളുടെ നാട്ടിലെ ഒരു ജംഗ്ഷനിലേക്ക് ഇറങ്ങും. അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഒരു മോൺസ്റ്റർ, ഒരു കോപ്പ്, ക്രിമിനൽ, അവർ ആ കാണുന്ന നിങ്ങളെ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യുക അങ്ങനെ ആവരുതെന്നുള്ള. അപ്പൊ ആസ് എ പേഴ്സൺ നമ്മളെ രൂപപ്പെടുത്തിയിരിക്കുന്ന പലതരം പ്രശ്നങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിച്ചിരിക്കുന്ന, നമ്മളെ രൂപപ്പെടുത്തിയ പലതരം ഭാഷാപരമായതോ ഫിലോസഫിക്കലായതോ ഒക്കെ ആയിട്ടുള്ള പല കാരണങ്ങളാൽ നമ്മൾ സ്വാധീനിക്കപ്പെട്ടോ മോൾഡ് ചെയ്യപ്പെട്ടതാണ്. നമ്മളാർക്കും ഫ്രീ തൊട്ടുള്ള ആളുകളൊന്നും അല്ല നമ്മളാരും. നമ്മളെല്ലാം പല കാര്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് തന്നെ ഇന്നും ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ ഇത്തരം സ്വാധീനങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ് ഇങ്ങനെ ആവരുത് എന്നുള്ളത്. അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ മഞ്ജുവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വയലൻസ്, ഒരു ഒപ്രസറായി ഒരാൾ വയലൻസ് ചെയ്തു എന്നുള്ള ഇതിൻ്റെ പേരിൽ, ഒരാൾ വയലൻസ് ചെയ്യുന്നുള്ള പേരിൽ നമ്മൾ ഒരു മൊത്തം കമ്മ്യൂണിറ്റിക്കെതിരായി പ്രവർത്തിക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഒപ്രസ് ചെയ്ത ആളുകളെയോ ഒപ്രഷനെയോ നമ്മൾ ചോദ്യം ചെയ്യുന്നു. അതേസമയത്ത് അത് സോഷ്യൽ ആകുന്ന സമയത്ത്, സോഷ്യൽ ആസെറ്റിംഗ് ആകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ അക്കൗണ്ടബിൾ ആക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒപ്രസറിന് അക്കൗണ്ടബിൾ ആക്കേണ്ട ആവശ്യം ഉണ്ടാവും. നമ്മൾ ഒപ്രസ്ഡ് ആകുന്ന അതാണ് ഞാൻ ആളുകളാണ്. ചോദിച്ചത്. അല്ല, അവിടെയാണ് ഈ ഒപ്രസർ പ്രശ്നം വരുന്നുണ്ടല്ലോ. അതായത് ഈ ലവ് എന്ന സാധനം ഇല്ലാതാവുന്നു മറ്റൊരാൾ. അതുകൊണ്ടാണല്ലോ ഒരു ഒപ്രസർ മറ്റേ ആളെ ഒപ്രസ് അതെ ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ ഒപ്രസ് ചെയ്യപ്പെട്ടുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ ആളുകൾക്കാർക്കും പറ്റാത്തതും ഈ പറയുന്ന ഒപ്രഷൻ തന്നെ ഉണ്ടാവുന്നതോ ഈ പറയുന്ന ഒരു ലവ് അവിടെ ഇല്ല എന്നതുകൊണ്ടാണ്. മനസ്സിലായി. അങ്ങനെ ഒരു ലവ് ഇല്ല, അങ്ങനെ ഒരു യൂണിവേഴ്സൽ തിങ് അല്ല. ഇറ്റ്സ് നോട്ട് എ പോപ്പുലർ മൂവ്മെന്റ്. അതുകൊണ്ടായിരിക്കാം മറ്റൊരാൾക്കും അതിനെ ചേർത്ത് പിടിക്കാൻ ആ നിലയിൽ അവർക്കൊരു വീട് ഒരുക്കാൻ പറ്റാത്തത് എന്നതാ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബിആർഡിസിന്റെ പാർട്ടികളെ പറ്റി പറഞ്ഞത്. ഈ ലോകത്തെ ഏജൻസികളെ പറ്റി പറയുമ്പോഴും ലോകത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതോ പൊളിറ്റിക്കൽ ആയിട്ടുള്ളതോ ലോകത്താകമാനം ഉണ്ടായ അപരത്വങ്ങളോ മാർജിനലൈസേഷനോ ഇത്തരം ലവ് ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണെന്നും ആ ലവ് ഇല്ലായ്മയുടെ കാരണങ്ങൾ മറ്റു പലതുണ്ടാവും. അതിലേക്കൊന്നും നമ്മൾ ഡെപ്ത് ആയിട്ട് പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് പറയാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. ലവിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അനാഥത്വമാണ്. ലവിന്റെ ഓപ്പോസിറ്റ് ഹെയ്റ്റ് അല്ല. ലവ് ഇല്ലായ്മയിൽ ഉണ്ടാകുന്ന ഹെയ്റ്റ് അല്ല, ലവ് ഇല്ലായ്മയിൽ ഉണ്ടാകുന്ന അനാഥത്വമാണ്. ലവിലേക്ക് നയിക്കുന്ന എഫക്റ്റ് ആയിരിക്കാം ഹെയ്റ്റ്. നമ്മുടെ ഒരു ധാരണയുടെ ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ലവ് എന്താണ്? ലവ് എന്ന് വെച്ചാൽ സ്നേഹം. സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഹെയ്റ്റ് ആണ് എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ വെറുപ്പാണോ സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ്? സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് സ്നേഹം ഇല്ലായ്മയിലുള്ള സാധനമാണല്ലോ. സ്നേഹമില്ലായ്മയിലുള്ള സാധനം അനാഥത്വമാണ്. സ്നേഹമില്ലാതാവുന്നതോടെ അവർ അനാഥരാകുവാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യർ എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്. എനിക്ക് തോന്നുന്നത് നമ്മള് അത്യാവശ്യം പറഞ്ഞങ്ങ് പോയല്ലേ? അല്ലല്ല, നമ്മൾ അത്യാവശ്യം ടോപ്പിക് കവർ ചെയ്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അതെ അതെ അതെ. എനിക്കറിഞ്ഞൂടാ, നമ്മളിങ്ങനെ വളരെ കാഷ്വലായി സംസാരിക്കാന്നുള്ള സാധനമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങൾ ലവിനെ പറ്റി മുമ്പും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അങ്ങനെ ലവിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് എന്റെ അടുത്ത് എപ്പോഴും പറഞ്ഞു വളരെ ക്രഷി ലവ് ആണ്. അങ്ങനത്തെ അതെ 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 അതെ, അത് വേറെ ലവാണ്. അല്ല, ആ ലവും പ്രധാനമാണ് കേട്ടോ. അതിപ്പോ ബെൽ ഹുക്സിന്റെ വർക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നല്ലോ, ഓൾ അബൌട്ട് ലവ്. അതൊരു പക്ഷെ അങ്ങനെ ഒരു ലവിനെ പറ്റിയും കൂടെ പരാമർശിക്കുന്ന, കുറച്ചും കൂടെ വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, കുറച്ചും കൂടെ മൈക്രോസ്കോപ്പിക് ആയിട്ട് ലവിനെ പരിശോധിക്കുന്ന ഒരു സാധനമാണ് തോന്നുന്നു, കുറച്ചുകൂടെ ഇതായിട്ട് അല്ലേ? എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനും വ്യക്തിപരമായിട്ട് എനിക്ക് എന്നെ പറ്റി തോന്നിയിട്ടുള്ള, എനിക്ക് ലവിന് മര്യാദക്ക് ലവ് ചെയ്യാൻ അറിയാവുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സത്യത്തിൽ. നമുക്ക് പറ്റുന്ന ഒരു സ്പേസിലേക്ക് വരുമ്പോ പിന്നെ ഓരോരുത്തരുടെ ലവ് വ്യത്യാസമായിരിക്കും എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അവര് എക്സ്പ്രഷൻ ഓഫ് ലവ് ചിലപ്പോ അനന്തുയുടെ ലൈഫില് അനന്തു എക്സ്പ്രസ് ചെയ്യുന്ന ലവ് അത് കറക്റ്റ് ആയിട്ട് വേണ്ട ഒരാൾക്ക് അത് കറക്റ്റ് ആയിരിക്കും. ചിലപ്പോ അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. ഇപ്പൊ എനിക്ക് ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കണം തോന്നുമ്പോഴും ആസ് എ പേഴ്സൺ എന്റെ മെന്റൽ ഹെൽത്ത്, എന്റെ സാഹചര്യം, എന്റെ മനസ്സിൽ കൂടെ പോകുന്ന സാധനങ്ങളൊക്കെ അതിൽ ബാധകമായിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്. ഞാനൊരു കാര്യം പറയാം.
ഈ നമ്മള് എന്റെ പേഴ്സണലി ഞാനിപ്പോ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് നമ്മള് ഞാനിപ്പോ 30s കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ മഞ്ജുമിസ് ഏകദേശം ഒരേ ഏജ് തന്നെയാണ്. പക്ഷെ മഞ്ജുമിസ് ഈ പറഞ്ഞ പോലെ ഷീസ് ഇൻ വേറെ സ്പേസ് ആണ്. ഷീസ് കമ്മിറ്റഡ് ആൻഡ് ഷീസ് മാരിഡ്. മഞ്ജുമിസ്സിന് മഞ്ജുമിസ്സിന്റേതായ സ്പേസ് ഉണ്ട്. ഞാൻ സിംഗിൾ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വല്ലാത്തൊരു എന്താ പറയാ ഭയങ്കര കംഫർട്ടബിൾ ആയി ഞാൻ എന്നോട് തന്നെ. അതൊരു ഭയങ്കര ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് നമുക്ക് ഭയങ്കര ഇഷ്ടം കൂടുന്ന ഒരു പ്രോബ്ലം ഇല്ലേ, നമുക്ക് നമ്മളോട് തന്നെ കേറ്റർ ചെയ്ത് നമ്മളൊരു ഹാബിറ്റിലേക്ക് എത്താണ് അത്. ലൈക്ക് ഐ നോ ഹൗ ടു കേറ്റർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതില് വേറെ കാര്യമുണ്ട്, കുറെ നല്ല ഫ്രണ്ട്സും സുഹൃത്തുക്കളും ഫാമിലിയും പിന്നെ നമ്മുടെ ചുറ്റുപാടും ബുക്സും സിനിമയും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ അല്ലാണ്ട് ഞാൻ പറഞ്ഞ ഫുൾ ടൈം ഞാൻ എന്നെ തന്നെ ചെയ്യണമെന്നല്ല. പക്ഷെ എന്നാലും being in love in 25 or 24 or 26 or maybe in 20s and being in love in 30s is very different, I guess, എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഈ സ്വാതി പറഞ്ഞ ഈ ഇടയ്ക്ക് എന്റെ ഒരു ഫ്രണ്ടും എന്നോട് പറയുന്നുണ്ടായിരുന്നു, 30കളിലെ പ്രണയമാണോ? കൊച്ചിയിൽ അല്ല, ഞാൻ ഇങ്ങനെ കൊച്ചിയിൽ പോയി ഒറ്റയ്ക്ക് ഫ്ലാറ്റ് എടുത്ത് താമസിച്ചാലോ എന്ന് ആലോചിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നീ പൊക്കോ, എന്നെ എന്താ പ്രശ്നം? അപ്പൊ അവള് പറയാ, അല്ല അവിടെ പോയി ഞാൻ ഇനി ഒറ്റയ്ക്കായ പിന്നെ ഞാൻ ഇവരെല്ലാം വിട്ട് അവിടെ തന്നെ സെറ്റ് ആവുന്ന എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ ഒറ്റയ്ക്കായ ഞാൻ സെറ്റ് അതെ പക്ഷെ കംഫർട്ടൂടെ ആയിരിക്കും. പിന്നെ ഇനി ഞാൻ ഫുള്ള് ഡിറ്റാച്ച്ഡ് ആയി വേറെ വൈബായി പോകുന്ന എനിക്ക് പേടിയുണ്ട്. അതാണ് അവളുടെ ടെൻഷൻ, അത് അല്ലാതെ വേറെ പോകുന്നല്ല. അത് ഭയങ്കര ഒരു എനിക്കതൊരു അത് കാരണം ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ശരിക്കും എന്താണ് ഇനി ശരിക്കും ലൈക്ക് എന്താണ് എനിക്കിനി വേണ്ടത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത് എനിക്കിപ്പോ ഒരു ഡെലേമയാണ്. അപ്പൊ നമ്മള് സ്വതവേ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ ഇപ്പൊ എന്റെ അടുത്ത് ഒരു പറയുന്ന കാര്യം, നീ നീ സെറ്റിൽ ആവാൻ നോക്ക്, അല്ലെങ്കിൽ നീ അപ്പൊ പക്ഷെ ഞാൻ ആലോചിക്കും എന്താ ഞാൻ വേണ്ട. ഒരു 10 കൊല്ലത്തിന് മുന്നേ എനിക്കൊരു ഡെഫിനേഷൻ ഉണ്ട്, എന്നെ കെയർ ചെയ്യാൻ, എന്നോട് കഴിച്ചോ എന്ന് ചോദിക്കാൻ, അങ്ങനെ കുറെ സങ്കല്പങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കരയുമ്പോ എന്റെ കൂടെ വന്നിരുന്ന് എന്നെ ചിയറപ്പ് ചെയ്യാൻ. പക്ഷെ ഞാൻ എന്തോ ലക്കിയാണ്. ലക്കി ഇൻ ദ സെൻസ് എനിക്ക് വേണ്ട ഇമോഷൻസ് എല്ലാം ഞാൻ പല പല ആളുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് റിലേഷൻഷിപ്പ് പാർട്ട്ണർഷിപ്പ് ഒന്നും ആവണമെന്നില്ല. പക്ഷെ എനിക്ക് വേണ്ട ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഞാൻ അത് എക്സ്പീരിയൻസും ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു പീക്കും കണ്ടിട്ടുണ്ട്. അതിന്റെ പ്രശ്നമാണോ എന്ന് അപ്പൊ ഓക്കെ ഇതൊക്കെ ഇത്രേ ഉള്ളൂല്ലേ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അത് കൊള്ളാം സ്വാതി, ഇത് ഭയങ്കര നിസ്സാരവൽക്കരിച്ച് കളഞ്ഞോ സ്വാതി. കേരളത്തിലെ ലോകത്തിലെ ജനങ്ങൾ ജീവിക്കുന്ന ഒരു കാര്യം സ്വാതി ഒറ്റടിക്കുമ്പോ ഇത് ഇത്ര ഉള്ളായിരുന്നല്ലേ. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് അതൊന്നും ഇല്ലാണ്ട് നമ്മള് അതായത് ഞാൻ ആ സാധനത്തിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്, കംപ്ലീറ്റ്ലി ആ സാധനത്തിൽ നിന്നിട്ടുമുണ്ട്. ലൈക്ക് ഈ പറയുന്ന നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേക്കും നമ്മളെ വിളിക്കുന്നു, ആ ഒരു സാധനത്തിൽ നിന്നും ഞാൻ ഒന്നുമില്ലായ്മയെന്നും എക്സ്പീരിയൻസ് ചെയ്ത് ആ ഒന്നുമില്ലായ്മയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വല്ലാത്തൊരു സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് നമ്മൾ വൺസ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്തിരി പശക. പിന്നെ ഐ ഡോണ്ട് നോ നമ്മൾ അതിൽ നിന്ന് അതാണ് ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് സ്വാതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, എനിക്കൊന്നും ഒന്നുമില്ലായ്മയെന്നല്ല അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഒരു തരം പരിഭവത്തിനകത്ത് നിന്നാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്റെ തോന്നലായിരിക്കാം. അതായത് ഈ ഭയങ്കര പ്രണയം ഉണ്ടായിട്ട് ഈ പ്രണയം പോകുന്ന സമയത്തെ നമ്മുടെ ഈ പോകുന്ന സമയത്ത് ഈ പാർട്ട്ണറോട് നമുക്ക് ദേഷ്യമല്ല തോന്നുന്നത്, നമുക്ക് അവരോട് പിണക്കമല്ല, നമുക്ക് പരിഭവമാണ് തോന്നുന്നത്. അപ്പൊ ഈ പരിഭവം ഉണ്ടല്ലോ, ഈ പരിഭവം പല കാരണമുണ്ട്. എന്നാലേ ഞാൻ പലതും ചെയ്തല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്തല്ലോ. പിന്നെ വീണ്ടും പ്രോസസ്സിലൂടെ പോവാൻ വയ്യ. ഇനിയും ആ ഒരു നമുക്ക് ഇനി താങ്ങി അതിലൂടെ എൻജോയ് ചെയ്ത് പിന്നെ അത് വീണ്ടും നമ്മൾ സ്ട്രഗിൾ ചെയ്യല്ലേ, നമ്മൾ ആ ഒരു സാധനത്തിലേക്ക് വീണ്ടും തിരിച്ചെത്താനായിട്ട്. അതെ എന്താന്ന് വെച്ചാലേ അത് പെയിൻഫുൾ ആണ് അല്ലേ സ്വാതി? പിന്നെ വളരെ പെയിൻഫുൾ ആണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഭയങ്കര ഇമോഷണൽ പേഴ്സൺ ആണ്. അപ്പൊ നമ്മൾ ആ ഇമോഷണൽ പേഴ്സണും കൂടി ആവുന്ന സ്ഥിതിക്ക് എനിക്ക് തന്നെ അറിയാലോ, ഓക്കെ സ്വാതി ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ സെറ്റാക്കി എടുക്കുന്നതാ.
അപ്പൊ അത് വീണ്ടും ഇനി അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് പോവാൻ ചിലപ്പോ നമ്മുടെ മൈൻഡ് മടിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് സുഖമുള്ള പെയിനും ആണ് അത്. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഫിലോസഫിക്കൽ ആവും. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ചാപ്റ്റേഴ്സ് ഓഫ് ലൈഫാണ്. പിന്നെ മറ്റേ വേറെ എന്തൊക്കെ സാധനങ്ങള്, ഇത് നമ്മളെ മോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന സംഭവങ്ങളാണ്. അങ്ങനെ 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 നമ്മളെ പിന്നെ കുറെയൊക്കെ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ പഠിച്ചൊരു മനുഷ്യ മനസ്സ് അങ്ങനെ തന്നെ ആവുമെന്ന് ഞാൻ വിചാരിക്കണം. എന്റെ മനുഷ്യ മനസ്സിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ദ മോർ വി ലൈക്ക് ടൈം ടൈം പോകും തോറും എന്ത് സാധനത്തിന്റെയും ഒരു സാധനം ഇന്റൻസിറ്റി കുറഞ്ഞു വരും. പിന്നെ ഒരു സ്റ്റേജ്, അങ്ങനെ എല്ലാവർക്കും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വാതി. അതാ ടൈം ഞാൻ ചെല്ലും പറഞ്ഞു തോറും എന്റെ ഇന്റൻസിറ്റി പേഴ്സണൽ കൂടുന്ന സാധനങ്ങളും ഉണ്ട്. എന്റെ പേഴ്സണൽ സാധനമായിരിക്കും. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാലേ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഈ പരിഭവത്തിന്റെ ഒരു സാധനത്തിനകത്തെ ഈ നമ്മൾ ആക്ച്വലി നമ്മുടെ പരിഭവം പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മള് ഈ പരിഭവത്തിനകത്ത് ഒരു സംഭവം തിരക്കുന്നും കൂടെ ഉണ്ട്. നമ്മൾ നമ്മൾ ഇതിനു മുമ്പ് എന്തായിരുന്നു നമ്മളതിനെ നമ്മൾ തിരക്കുന്നുണ്ട്. നമ്മളെ ഇവിടെ കിട്ടുന്നില്ല. നമ്മളെ ഇവിടെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ പിന്നീട് ഒരുപക്ഷെ ചില ആളുകൾ അതിനെ സെൽഫ് ലവ് ആയിട്ട് പിന്നീട് പോകുന്നത് നമ്മൾക്ക് നഷ്ടപ്പെട്ട നമ്മളെ ആ രീതിയിൽ വീണ്ടെടുക്കാനോ, അല്ലെങ്കിൽ വേറൊരാളെ സ്നേഹിക്കുന്നത് നമ്മളിലെ നഷ്ടപ്പെട്ടു പോയ നമ്മളെ ചിലപ്പോൾ മറ്റൊരിടത്ത് കണ്ടെത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തിലോ ഒക്കെ ആയിരിക്കാം. അപ്പം ഇത് വളരെ ഡൈനാമിക് ആയ ഒരു സാധനമാണ്. അത് ഇങ്ങനെ തന്നെ ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആവണമെന്നോ ഇല്ല. അത് ഡൈനാമിക് ആയി മനുഷ്യന് അത്തരം പരിഭവങ്ങളെ എങ്ങനെയാണ് അവര് മനസ്സിലാക്കുന്നതെന്നോ, അല്ലെങ്കിൽ അവരെ പിന്നീട് എന്തൊക്കെ സ്വാധീനിച്ച ഘടകങ്ങളോ, പിന്നെ ഇമോഷണാലിറ്റി ഒരുപക്ഷെ കുറയുകയോ കൂടുകയോ ആയിരിക്കത്തില്ല, അവർ ഡിഫർ ചെയ്യുന്നതായിരിക്കും ഒരു പരിധി വരെ. ആ ഡിഫർ ചെയ്യുന്നത് നമുക്ക് അനുഭവപ്പെടുന്നത് നന്നായിട്ടോ മോശമായിട്ടോ ആവാം. അതായിരിക്കും ചിലപ്പോ കൂടിയതായിട്ടോ കുറഞ്ഞതായിട്ടോ തോന്നുന്നത്. എന്തെങ്കിലും ഒന്നും കൂടുന്നുമില്ല കുറയുന്നില്ല. നമ്മൾ ഈ ഐൻസ്റ്റീനൊക്കെ പറഞ്ഞ പോലെ ഇതിങ്ങനെ കറങ്ങി നടക്കുകയാണല്ലോ, ഒന്ന് മറ്റൊന്നിലേക്ക് പോവുകയാണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അന്ത്യത്തിലെത്താൻ തോന്നുന്നു. പക്ഷെ ഞാൻ പറയുകയാണെങ്കില് നമ്മൾ ആ ഒരു പേടി, ഇനി ആ ഒരു പേടി കൂടെ പോണം. ശരിയാണ്. മിസ് പറഞ്ഞു, കംപ്ലീറ്റ് ചെയ്തോ. ഞാൻ പറയുന്ന സ്വാതി പറഞ്ഞ ഇനി ആ ഒരു പെയിനിൽ കൂടെ പോകണം, അല്ലെങ്കിൽ ഇനി ആ ഒരു പരിഭവത്തിൽ കൂടെ പോണമല്ലോ, അങ്ങനെ ഒരു പേടിയുടെ പുറത്ത് നമ്മളെ തന്നെ സെൽഫ് ലവിന് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ചുകൂടെ ഒരു ഓപ്പൺ ആയിട്ടിരിക്കാം, ഓപ്പൺ ക്യൂരിയസ് ആയിട്ട് തന്നെ ഇരിക്കാം. അല്ല, അതിന് പല ഇതുണ്ട് കേട്ടോ. നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ സാഹചര്യം, നമ്മുടെ സമയം, അങ്ങനെ പല കാര്യങ്ങളും ബാധകമാണ്. അതൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് അവിടെ അതിങ്ങനെ നമ്മള് ലൈഫിൽ എക്സ്പീരിയൻസ് കാര്യാട്ടോ. സാഹചര്യം, അപ്രോക്സിമിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോ ശരിക്കും കൊതിയാവുന്നുണ്ട് ജസ്റ്റ് ടു എക്സ്പീരിയൻസ് ദാറ്റ് ഫീലിംഗ്. ഞാൻ എപ്പോഴോ മഞ്ജു മിസ്സിനോടോ അത് നമ്മുടെ പോഡ്കാസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ആ ഒരു ഫീലിങ്ങിനാവുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പിന്നെ ഇങ്ങനത്തെ ജോലി എന്നെ പല കാര്യങ്ങളിൽ നിന്നും പരിമിതി ചിന്തിക്കാനുള്ള ഒരു സമയം എനിക്ക് തരുന്നില്ല. എനിക്ക് ആവണമെന്നുണ്ട്, ക്രേസി ആവണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഈ ജോലിയുടെ ഒരു സാധനത്തിൽ നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര എങ്ങനെയാണ് ഉറങ്ങണം, ഹെക്ടിക് ആവുന്ന ഒരു സാധനത്തിലേക്ക് വരുന്നുണ്ട്. അതും എനിക്ക് തോന്നുന്നു ബാധിക്കുന്ന ഒരു കാര്യം. എനിക്ക് തോന്നുന്നു അനന്തു പറഞ്ഞ പോയിന്റ് അത് തന്നെയാണ്. സാഹചര്യം, മെന്റൽ ഹെൽത്ത്, ഇതെല്ലാം ഇറ്റ് പ്ലേസ് എ റോൾ. പിന്നെ പ്രണയം ആണെങ്കിൽ തന്നെ പോലും, അല്ലെങ്കിൽ ലവ് ആണെങ്കിൽ പോലും നമ്മൾ അത്ര അതിലും നമ്മൾ ലിറ്ററേറ്റ് അല്ല. നമുക്കിത് എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. നമ്മൾ തന്നെ ശ്രമിക്കുക. അപ്പോ ആ ലിറ്ററേറ്റ് അല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ലിറ്ററേറ്റ് ആകാൻ പോകുമ്പോൾ അപ്പുറത്തുള്ള ആൾ ആവണമെന്നില്ല. ഇനി അവരുമായി നമ്മൾ ഇനി സ്നേഹത്തിലായി, അവരുമായിട്ട് നമ്മളൊരു കണ്ടീഷനിങ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് നമ്മുടെ കാഴ്ചപ്പാടുകളെ ബാധിക്കും. എന്നിട്ട് നമ്മൾ ഇത് പോയിട്ട് ഈ പരിഭവത്തിൽ ഇരിക്കുമ്പോഴത്തേനും പിന്നെ അടുത്ത ഇനി നോക്കിയെന്ന് വെച്ചോ, അപ്പൊ അവിടെ നമ്മൾ മറ്റൊരു സ്നേഹമാണ് കാണുന്നത്. ബേസിക്കലി ആവശ്യങ്ങളും ഒക്കെ വേറെ ആവുന്നുണ്ട്. അപ്പൊ ഇത്തരം കോൺഫ്ലിക്റ്റുകളും ഇങ്ങനെ ചെറിയ ഉള്ള മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും ഒക്കെ ആയിട്ടാണ് സ്നേഹവും ഒക്കെ പോകുന്നത്. ആ ലിറ്ററേസി ഇല്ലായ്മേനെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോപ്പുലർ മൂവ്മെന്റ് അല്ലായ്മയുടെ കാഴ്ചയായി കാണാവുന്നതാണ്. അതെ 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 കോംപ്ലിക്കേറ്റഡ് ആണ് മഞ്ജു മിസ്സിനൊക്കെ പറയാം. അതെ അതെ, എനിക്കത് വളരെ സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ ആണ്.
സിംഗിൾ അതിപ്പോ ഞാൻ ആയിട്ടുള്ളവർക്കാണ് ലിറ്ററേറ്റ് അതിന്റെ അല്ലായിരുന്നു സ്വാതി. സിംഗിൾ ആയിട്ടിരിക്കുന്നവർക്കാണ് അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്താന്ന് മനസ്സിലാവുള്ളൂ എന്നൊക്കെ. ആയിരിക്കും. റൈറ്റ്. എന്ന് അപ്പൊ തോന്നുന്നു. ശരി, നമ്മൾ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് അയ്യോ ഇത് എവിടേക്കൊക്കെയോ നമുക്ക് എത്തി. അനന്ത് ഞാൻ ബോറടിച്ചോ? ഇല്ലില്ല, വേറൊരു കാര്യമുണ്ട്. ഞാൻ ആദ്യമേ മഞ്ജു ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഞാൻ ആരെയും കോട്ട് ചെയ്തില്ല. ഞാൻ വെച്ചാൽ ഒരുപാട് ആരെയും കോട്ട് ചെയ്തില്ല. ഞാൻ 70കളിലെ മാർക്സിസ്റ്റുകളോ 70കളിലെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു പുസ്തകങ്ങളും തട്ടിയില്ല. നിങ്ങളുടെ മുന്നിൽ ഇതിട്ട് നമ്മൾ കയ്യ് ഓൾമോസ്റ്റ് 2 മണിക്കൂറായോ? 1.5 മണിക്കൂറായോ മിസ്സേ? മേശപ്പുറത്തും അടിച്ചില്ല. അത് കൊള്ളാം. നമ്മൾ എത്ര അത് നേരം ഏകദേശം? അത് നമുക്കായിട്ട് മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചതാണോ? അതെ അല്ല അല്ല, ഞാൻ വളരെ കാഷ്വലായിട്ടാണ് സംസാരിച്ചത്. അപ്പോ യാ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മള് കവർ ചെയ്ത് പോവുകയും ചെയ്തു. അത് സത്യം പറയാനെന്ത് നമുക്കൊരു ഫ്ലോ കുറവുണ്ടായിരുന്നില്ല. ലൈക് വി വർ നെവർ നമുക്ക് ലൈക്ക്. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് മൂന്നുപേർ കൂടെ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തി നിർത്താം. അതെ ഇനി കേൾക്കുന്നവരെന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയട്ടെ എന്ന് വിചാരിക്കാം. അത് ഞങ്ങൾ ആദ്യമേ പറയാട്ടായിരുന്നു. ഞങ്ങള് ഇതിനൊരു ഞങ്ങൾ സ്പെഷ്യൽ പോഡ്കാസ്റ്റ് ഡിസ്ക്ലെയിമർ കേൾക്കുന്ന വെക്കണം. ഇതിന് സ്പെഷ്യൽ ഒരു ഡിസ്ക്ലെയിമർ വെക്കണം. ഞാനേ താഴെ അച്ഛനോടും അമ്മോടും ഞാൻ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാ വന്നേട്ടോ. ഇവര് വിചാരിക്കണ്ടാവും ആ. ഇവള് ഫുള്ള് മോളിൽ ഇത് ചിരിയും കളിയാണ് അത് പറയുമ്പോഴേ ഞങ്ങളുടെ അത് ഒരു കാര്യം കൂടെ പറയട്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു വൈഡ് ഓഡിയൻസ് ഒന്നുമില്ല. ഞങ്ങൾ സ്ഥിരം കേൾക്കുന്ന, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് പേരുണ്ട്. ഞങ്ങൾക്കൊരു സോ 10-20 അവർക്ക് പേരുണ്ട്. ഇഷ്ടപ്പെടുമായിരിക്കും എന്താണെങ്കിലും. മഞ്ജുമിസ്സിന്റെ കുറച്ച് ആളുകളുണ്ട്, എന്റെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച്, പിന്നെ എന്റെ നമ്മുടെയൊക്കെ കോമൺ, നമ്മുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി കൺസിസ്റ്റന്റ് ആക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് സാഹചര്യങ്ങളും രണ്ടുപേരും ഈ പറഞ്ഞ പോലെ ടയേർഡ് ആവുന്നതിന്റെ ഒക്കെ കാരണം, പിന്നെ നമുക്ക് ടു ബി ഓണസ്റ്റ് വേണ്ട പോലെ ചായ ടോക്സിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സമയം. Still we are proud. Like, ഉള്ളത് ഞങ്ങള് പക്ഷെ ഇതിന് കേൾക്കാൻ ആളുണ്ടാവും സ്വാതി. അനന്തുവിന്റെ ഫാൻസ് ഫുൾ ഓ ഉണ്ടാവുമല്ലോ യെസ് കേൾക്കാൻ. അതിന്റെ അയ്യോ. ഫാൻസ് ഉണ്ടാവും. ഓക്കെ അപ്പൊ പിന്നെ കുഴപ്പമില്ല. ആന്ന് അതെ അവര് കേക്കട്ടെ, അവരെല്ലാരും അവ കേൾക്കണം. അവ അനന്തുവിന്റെ അവ ഫാൻസിന് അത് ഇഷ്ടം. മാത്രല്ല അനന്തുവിന്റെ വേറൊരു വേർഷൻ, എനിക്ക് തോന്നുന്നു അനന്തുവിന്റെ യൂഷ്വൽ ഇന്റർവ്യൂസിൽ അല്ലാത്തൊരു വേർഷൻ അല്ലേ ഇതിനകത്ത്. അത് അതെങ്കിലും നമ്മളങ്ങനെ പറയണം. നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു സാധനം അങ്ങനെയൊന്നും സംസാരിക്കാൻ ശ്രമിച്ചേ ഇല്ല. പൊതുവിൽ ഇല്ലേ നമ്മൾ ഭയങ്കര ഇല്ലില്ല, വളരെ അക്കാഡമിക് ഭാഷ ഉപേക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചായിരുന്നു. എത്ര തവണ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ചൊക്കെ അവിടോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ഇല്ല കടന്നു പോയിട്ടുണ്ടാവും. കുഴപ്പമില്ല. പക്ഷെ ഇല്ല പക്ഷെ അത് നമുക്ക് അത് മാനേജബിൾ ആയിരുന്നു. നമുക്കൊരു ശരിക്കും ഒരു ചായ കുടിച്ച് സംസാരിക്കുന്ന ഫീൽ തന്നെ കിട്ടിയത് എന്തോ. അതെ അതെ അതെ, എന്റെ ചായ കുടിയും അല്ലെ, എന്റെ അതെങ്ങനെ വർത്തമാനം ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചത്. അക്കാഡമിക് ഭാഷ ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഈ ഞങ്ങളുമായിട്ടുള്ള കോൺവെർസേഷൻ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അനന്തുവിന്റെ ഒരു ഇത് ഞങ്ങൾക്ക് എന്താണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ അനന്തുവിന് എങ്ങനെ ഞാൻ ഭ- ഉണ്ടായിരുന്നു? ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് ആളുകളെ കൂട്ടിയില്ല എന്ന് വെച്ചാൽ, ഞാൻ ഒരു അക്കാഡമിക് ഫീച്ചർ ഒന്നും ആയിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ എക്സ്പ്ലോർ ചെയ്യുകയും നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ കേൾക്കുകയും ഞാൻ ചിലപ്പോൾ പറഞ്ഞത് അപ്പം തന്നെ തിരുത്തുകയൊക്കെ ചെയ്താ പോയത്. ഞാൻ എൻ്റെ ഭാഗമാട്ടോ പറയുന്നത്. ഇതൊരു പരസ്പരമായിട്ടുള്ള, നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ, ഈ നാരായണഗുരു പറഞ്ഞ അതേ കാര്യമാണ്. ഇത് വാദിക്കാനും ജയിക്കാനും ഒന്നുമില്ല, അറിയാനും അറിയിക്കാനും ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ, നമ്മൾ അറിയാനും അറിയിക്കാനും നമ്മൾ പരസ്പരം മനസ്സിലാക്കാനും അതിൽ നിന്ന് തിരുത്താനും ഒക്കെ ഉള്ളൊരു അത്തരത്തിലുള്ളൊരു ചായ കുടിച്ചിട്ട്, സ്വാതി പറഞ്ഞ പോലെ ചായ ചായ കുടിച്ച് കുടിച്ചു. നമ്മൾ അതെ വർത്താനം സത്യം. പറയുന്നത്. ഇല്ല ഞാൻ ഭയങ്കര എനർജി ആയി. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ മഞ്ജുമിസിനോട് പറയായിരുന്നു ഭയങ്കര ടയേർഡ് ഫീലിംഗും ഒക്കെ ആയിരുന്നേ. പക്ഷെ അവസാനൊക്കെ അതെ എത്തിയപ്പോ അതെ, അതൊക്കെ ഫുള്ള് സെറ്റായി, ഫുൾ എനർജി ആയി. ഓണായി. അതെ ഓണായത് ഇപ്പോഴാന്നൊക്കെ. അപ്പോ എനിവേ അനന്തു താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് അസ് ദ ടൈം. ആൻഡ് എന്താ പറയാ, ഫോമൽ അല്ല ഇൻഫോർമൽ, ഫോമൽ ആയിട്ട് അങ്ങനെ താങ്ക്സ് പറയണതല്ല. ബട്ട് ശരിക്കും ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾറെഡി മഞ്ജു മിസ് ഇസ് യുവർ ഫ്രണ്ട്. അപ്പൊ നിങ്ങൾ സംസാരിക്കേണ്ട, പക്ഷെ എനിക്ക് അനന്തുവിനോട് സംസാരിച്ചത് ഭയങ്കര നല്ല എൻറിച്ചിങ്, എന്താ പറയാ, പല കാര്യങ്ങളും എന്റെ ഉള്ളിൽ നിൽക്കും. അനന്ത് പറഞ്ഞ പല കാര്യങ്ങളും അത് എന്റെ മൈൻഡിൽ അത് നിൽക്കും ചെയ്യും. ചിലപ്പോ എന്റെ ക്ലാസ്സുകളിലും അത് എപ്പോഴെങ്കിലും ഒക്കെ കുട്ടികളോട് ക്ലാസ്സസിൽ എടുക്കുന്ന സമയത്തായാലെങ്കിലും അത് പ്രതിഫലിക്കും ചെയ്യുന്നു എനിക്ക് എവിടെയോ തോന്നാം. സോ താങ്ക് യു സോ മച്ച്. അതെ, എനിക്കും അത് തന്നെ പറയാനുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ചായ്. ഓക്കെ താങ്ക്
യു. മറ്റേ അപ്പൊ മറ്റേ ഷെൽഡൻ കൂപ്പറി പറയുന്ന പോലെ ഒരു കാര്യം കൂടെ പറഞ്ഞു എന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു നിർത്താം. അതായത് ഈ ഷെൽഡൻ കൂപ്പർ എന്ന് പറഞ്ഞ സീരീസ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ ഈ ആ ബിഗ് ചെറുപ്പമായിരിക്കുന്ന ബാങ് തിയറി ബിഗ് ബാങ് തിയറി ഉണ്ട്. ബിഗ് ബാങ് തിയറിക്കകത്ത് ലിറ്റിൽ എന്തിനും ഷെൽഡൻ പറഞ്ഞിട്ട് ആണോ രണ്ടും യങ് ഷെൽഡൻ ഏതിനാണെങ്കിലും ഇവൻ മറ്റേ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും പറയുമല്ലോ. അപ്പൊ ഈ ചായ എന്ന് പറയുന്ന വാക്ക്, ചായ എന്ന വാക്ക് കെനിയയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നൊന്ന് പറയണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അത് യൂസ് ചെയ്തത്. ഓക്കെ 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 മനസ്സിലായി. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അത് പോയി പറഞ്ഞു വെച്ചാ പോയില്ലേ. അതായത് ചായ എന്ന് പറയുന്ന വാക്ക്, ചായ എന്ന് പറഞ്ഞ വാക്ക് ഇതേ സാധനം കെന്യൻ ഭാഷയിലും എനിക്കൊന്ന് സഹീലിയിലാന്ന് തോന്നുന്നു, സഹീലിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് വെരി ഫൺ ഇൻട്രസ്റ്റിംഗ്. ഫാക്ട് ഫൺ ഫൺ ഫാക്ട്. ഫാക്ട് ഫൺ ഫാക്ട്. നൈസ് നൈസ് കൊള്ളാം. നൈസ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ അപ്പം മച്ച്. ഞങ്ങളുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ സ്വാതി? അപ്പൊ യെസ്, ആസ് യൂഷ്വൽ ഞങ്ങളുടെ വീഡിയോ പോഡ്കാസ്റ്റ് യൂട്യൂബിൽ ഞങ്ങൾ ഇടും, ഓഡിയോ പോഡ്കാസ്റ്റ് സ്പോട്ടിഫൈയിൽ ഇടും. എല്ലാവരും എല്ലാം കേൾക്കുക. ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് പോയി ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാം പേജ് ഞങ്ങളുടെ ഫോളോ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു ഷെയർ. അപ്പോഴാണ് ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ കൂടുതൽ എപ്പിസോഡ്സ് ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അവരെ എനർജി ഞങ്ങൾക്ക് വേണം. സോ പ്ലീസ് ഡു ഷെയർ. അല്ല മഞ്ജു മിസ്? അതെ അതെ, നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ പറയാ. യാ, അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ. ബൈ. ബൈ.